ഹലോ മക്കളെ, ഇത് ജെയ്ഡ് സാറാണേ. നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് പാഠത്തിന്റെ വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ സമ്മറി നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഫ്രൈസൽ വേർബ്സ്, അതുപോലെ എഡിറ്റിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനെ എന്ത് ചോദ്യം വന്നാലും നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റണം. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പോകരുത്. ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പോകാം. നിങ്ങൾ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ യൂണിറ്റിന്റെ പേര് നമ്മൾ മുമ്പ് കണ്ടിരുന്നു അല്ലെ? ട്രയൽസ് ആൻഡ് ട്രയംസ്. ഇതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ട്രയൽസ് എന്നാൽ പരീക്ഷണങ്ങൾ എന്നാണ്, ഓർഡീൽസ് എന്നാണ്. ട്രയംസ് എന്നാൽ സക്സസസ്, വിജയങ്ങൾ എന്നാണ്. പരീക്ഷണങ്ങളും വിജയങ്ങളും, ടെസ്റ്റുകളും വിജയങ്ങളും. നമ്മുടെ മുമ്പിൽ പരീക്ഷണങ്ങൾ വരുന്നു, നമ്മൾ വിജയിക്കുന്നു അല്ലെ? ഇതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ കാര്യം എന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദി ഹാർട്ട് that one can see rightly what is essential is invisible to the eye. ഇതാണ് പറഞ്ഞേക്കുന്ന കാര്യം. എന്താണ് ആ കാര്യം? ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദി ഹാർട്ട്. എന്താണ്? ഹൃദയം കൊണ്ട് മാത്രമേ. that one can see rightly, ഒരാൾക്ക് ശരിയായ രീതിയിൽ കാണാൻ കഴിയൂ. what is essential, എന്താണോ കാതലായത്, എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, is invisible to the eye, അത് കണ്ണിന് അദൃശ്യമായിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയം കൊണ്ട് മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ കാണാൻ കഴിയൂ. ഏറ്റവും കാതലായ കാര്യം, ഏറ്റവും മുഖ്യമായ കാര്യം, ഏറ്റവും പ്രധാനമായ കാര്യം അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. കണ്ണിന് ഇൻവിസിബിൾ ആയിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് മാത്രം കാണാൻ കഴിയില്ല. അങ്ങനെ കണ്ടാൽ അത് യാന്ത്രികമായി പോകും. നമ്മൾ കാണുന്നൊരു കാര്യം ഒരാൾ കഷ്ടപ്പെടുന്നതാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ വിഷമം തോന്നിയാൽ അത് ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ് അല്ലെ? വെറും കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല. അങ്ങനെ മറ്റുള്ളവരുടെ ഫീലിങ്സ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെ, കൃത്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഹൃദയം ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഹൃദയം കൊണ്ട് നമ്മൾ നോക്കിക്കാണണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വരികൾ അത് എവിടുന്ന് എടുത്തിരിക്കുന്നതാണെന്ന് നോക്കിയേ. ഈ വരികൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ദ ലിറ്റിൽ പ്രിൻസ് എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. ഈ ലിറ്റിൽ പ്രിൻസ് എന്നുള്ള പുസ്തകം ഇത് എഴുതിയേക്കുന്നത് ആരാണ്? ഇത് എഴുതിയേക്കുന്നത് ആന്റോയിൻ ദി സാന്റ് എക്സ്യൂപ്പറി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റൈറ്ററാണ്. ആന്റോയിൻ ദി സാന്റ് എക്സ്യൂപ്പറി എന്നാണ് പുള്ളിയുടെ പേര്. ഫ്രഞ്ച് റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിൽഡ്രൻസ് ബുക്കാണ് ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോട്ടാണ് എന്ത്? ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദി ഐ എന്ന് പറയുന്നത്. ഇനി നോക്കി നിങ്ങൾ, താഴെ മനോഹരമായ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. മനോഹരമാണോ ഇല്ലയോ എന്നല്ല, ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു അല്ലെ? ആ ചിത്രത്തിൽ ഒരു തകർന്ന സിറ്റി നമുക്ക് കാണാം. ഒരു തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം. എന്നിട്ടോ അതിന് മുകളിലായിട്ട് ഒരു രൂപം, ഒരു നിഴല് കൊണ്ടുള്ള ഒരു രൂപം നമുക്ക് കാണാം. ആ രൂപം ഉയർത്തെഴുന്നേക്കാൻ അല്ലെങ്കിൽ പറക്കാൻ ശ്രമിക്കുന്നു അല്ലെ? അല്ലെങ്കിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. എന്തിനെയാണ് പിടിക്കാൻ ശ്രമിക്കുന്നത്? സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സിമ്പലായിട്ടുള്ള ഒരു വെള്ളപ്രാവിനെ പിടിക്കാനായിട്ട് ആ രൂപം ശ്രമിക്കുകയാണ് അല്ലെ? അപ്പോൾ ഏതോ ഒരു അപകടത്തിൽ, ഒരു തകർന്നു കിടക്കുന്ന ഒരു ദയനീയാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ സൂചിപ്പിക്കുന്നതാണ് ആ രൂപം. പിടിച്ചു കയറാൻ അല്ലെ, ഒരു അത്താണി നോക്കുകയാണ്, ഒരു കച്ചിത്തുരുമ്പ് നോക്കുകയാണ്. അത് നമുക്ക് അവിടെ കാണാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൂര്യനുണ്ട്. സൂര്യൻ ഉദിച്ചു വരികയാണെന്ന് തോന്നുന്നു അല്ലെ? ഒരു മാറ്റത്തിന്റെ സൂചനയാകാം അത്. പിന്നെയോ താഴെ കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ, ആ കൈകൾ നോക്കിയേ പല പല നിറങ്ങളാണ്. അതായത് പല പല ആളുകൾ കൈ കോർത്തു പിടിച്ചിരിക്കുന്നു അല്ലെ? പലരുടെയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നമ്മുടെ ഇന്ത്യയെ പറ്റി പറയുന്നത് പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം അല്ലെ? പലരും പല പല ആളുകളാണെങ്കിലും അവർ ഒന്നിക്കാൻ ശ്രമിക്കുന്നത് പോലെ, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വീണ് കിടക്കുന്ന, പ്രതീക്ഷയറ്റ, തകർന്നു കിടക്കുന്ന ആളുകൾക്കും പിടിച്ചുയരുവാനായിട്ട് സാധിക്കും അല്ലെ? നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ സൂചകമായിട്ടുള്ള ഒരു സൂര്യനുമൊക്കെ നമുക്ക് പുറകിൽ കാണാം. അപ്പൊ ഇങ്ങനെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഈ പടത്തിലൂടെ തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആദ്യ പാഠത്തിലേക്ക് വരാം. അവിടെ പാഠത്തിന് മുകളിലായിട്ട് നിങ്ങൾ നോക്കി, അവിടെയും
എന്തോ കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്തോ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇത്തവണ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യമെന്ന് നമുക്കൊന്ന് നോക്കാം. There is no sun without shadow. There is no sun. ഒരു സൂര്യനുമില്ല without shadow, നിഴലില്ലാതെ സൂര്യനില്ല. It is essential to know the night. രാത്രിയെ അറിയുക എന്നുള്ളത് എസെൻഷ്യൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രാത്രിയെ, ഇരുട്ടിനെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറഞ്ഞേക്കുന്നത് ആരാണ്? ആൽബർട്ട് കമ്യൂ, മറ്റൊരു ഫ്രഞ്ച് റൈറ്റർ ആയിട്ടുള്ള ആൽബർട്ട് കമ്യൂ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു, മറ്റൊരു ഫ്രഞ്ച് റൈറ്ററിനെ കണ്ടിരുന്നു. ആരാണ് അത്? ആന്റോയിൻ ഡി സാന്റ് എക്സ്യൂപ്പറി എന്ന് പറയുന്ന റൈറ്ററാണ്. ഇവിടെ ആൽബർട്ട് കമ്യൂ എന്ന് പറയുന്ന മറ്റൊരു റൈറ്ററാണ്. ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് there is no sun without shadow. നിഴലില്ലാതെ സൂര്യനില്ല. it is essential to know. നമ്മൾ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെ അറിയേണ്ടത്? ഇരുട്ടിനെ അറിയേണ്ടത്, രാത്രി അറിയേണ്ടത്. ഇനി താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒന്ന് നോക്കി. what do you think sun and shadow mean in the context? ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് സൂര്യനും നിഴലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി അതിന്റെ അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ഡസ് ദി നൈറ്റ് റെപ്രസെന്റ്? എന്താണ് രാത്രി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? രാത്രി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, പ്രതിനിധാനം ചെയ്യുന്നു? എന്തിന്റെ സിംബോളിക്കാണ് രാത്രി? ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? എങ്ങനെയാണ് നല്ല സമയങ്ങളും ചീത്ത സമയങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സൺ അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയുന്നത് നല്ല സമയങ്ങളെ കാണിക്കുന്നു, നൈറ്റ് എന്ന് പറയുന്നത് ചീത്ത സമയങ്ങളെ കാണിക്കുന്നു, അല്ലെ നല്ല അനുഭവങ്ങളെ കാണിക്കുന്നു, മോശം അനുഭവങ്ങളെ കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, സംഭവിക്കും. അനുഭവങ്ങളാണെങ്കിലും സമയങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാകും അല്ലെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ തുടക്കത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കയറാം. പാഠത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കാം. ഇതൊക്കെ നമുക്ക് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാം. Kindness and empathy are essential qualities in our world. നമ്മുടെ ലോകത്തിൽ വളരെ എസെൻഷ്യൽ ആയിട്ട്, വളരെ അത്യാവശ്യം വേണ്ട രണ്ട് ഗുണങ്ങളാണ് കൈൻഡ്നെസ്സും എംപതിയും, ദയയും സഹാനുഭൂതിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് കരുണ അല്ലെങ്കിൽ ദയ, അതുപോലെ സഹാനുഭൂതി. എന്താണ് ഈ എംപതി, സഹാനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത് സിമ്പതി അല്ല. സിമ്പതിയിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. മറ്റൊരാളുടെ കഷ്ടപ്പാടോ ദുഃഖമോ കാണുമ്പോൾ നമുക്ക് അയ്യോ കഷ്ടം എന്ന് തോന്നുന്നത് സിമ്പതിയാണ്. അതേസമയം മറ്റൊരാളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും അതേ വേദന ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, അയാളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിനെയാണ് എംപതി എന്ന് പറയുന്നത്. ഇനി നോക്കുക. These spread light and hope even in the darkest times. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, കൈൻഡ്നെസ്സും എംപതിയും, ഇവ രണ്ടും സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ്, ലൈറ്റും ഹോപ്പും പരത്തുന്നതാണ്, വെളിച്ചവും പ്രതീക്ഷയും പരത്തുന്നതാണ്. ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്, എവിടെയാണ്? ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും, ഇരുണ്ട കാലഘട്ടങ്ങളിൽ പോലും അല്ലെ, ഇരുണ്ട സമയങ്ങളിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വെളിച്ചവും പ്രതീക്ഷയും പരത്തുന്ന രണ്ട് കാര്യങ്ങളാണ് കൈൻഡ്നെസ്സും എംപതിയും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് അടുത്തത്. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ്. നമ്മുടെ സമൂഹം ടെൻസ് ടു ഐസൊലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു, ഒറ്റപ്പെടുത്താനുള്ള ടെൻഡൻസി കാണിക്കുന്നു. ആരെയാണ്? ദ വൺസ് ഹൂ അപ്പിയർ ഡിഫറൻറ്റ്, വ്യത്യസ്തരായി കാണപ്പെടുന്ന ആളുകളെ. എസ്പെഷ്യലി, പ്രത്യേകിച്ച് ദോസ് ഹൂ ആർ വീക്ക് ആൻഡ് വൾണറബിൾ. വീക്ക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, എന്താണ് വീക്ക് എന്ന് പറയുമ്പോൾ? ദുർബലരായിട്ടുള്ള, ശക്തിയില്ലാത്ത ആളുകൾ. വൾണറബിൾ എന്ന് പറഞ്ഞാലോ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന, നമുക്ക് ആക്രമിക്കാൻ കഴിയുന്ന, കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവരെ എന്താണ്? ഒറ്റപ്പെടുത്താനായിട്ട് നമ്മുടെ സമൂഹം ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്? വി മേ നോട്ട് ഓൾവേസ് റിയലൈസ്, നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞു എന്ന് വരത്തില്ല. ദാറ്റ് ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ, നമ്മുടെ കുഞ്ഞ് അനുകമ്പ നിറഞ്ഞ പ്രവർത്തികൾ പോലും, ഈവൻ പോലും എന്നാണ്, നമ്മുടെ കുഞ്ഞ് അനുകമ്പ നിറഞ്ഞ പ്രവർത്തികൾ, ചെറിയ ചെറിയ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നത്, എന്നാൽ കരുണയോടെ ചെയ്യുന്നത്, അതിന് ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായിട്ട് കഴിയും. വളരെ വലിയ തോതിലുള്ള വളരെ നിർണായകമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും ഓൺ മെനി ലൈഫ്സ്, പല ജീവിതങ്ങളുടെ മേലും. ഇപ്പൊ പല ജീവിതങ്ങളും മാറ്റിമറിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞു പ്രവർത്തികൾക്ക് പോലും ചിലപ്പോൾ സാധിച്ചേക്കും, പോസിറ്റീവായ രീതിയിൽ. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ പാഠത്തിലേക്ക് നമ്മൾ കയറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, പാഠത്തിന്റെ പേരൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ വലിയ ചിറകുള്ള ഒരു ഓൾഡ് മാൻ, പ്രായം ചെന്ന മനുഷ്യൻ അല്ലെ. അപ്പൊ ഇനോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്ട്രീംലി ലാർജ് എന്നാണ്, വളരെ വലിയ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി ഈ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കഥ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വെട്ടിച്ചുരുക്കി ചെറുതാക്കി തന്നിരിക്കുകയാണ്.
അല്ല, ഇപ്പൊ എമ്പുരാൻ സിനിമ വെട്ടിച്ചുരുക്കിയതുപോലെ അങ്ങനെയല്ല, ഇത് വളരെ നല്ല രീതിയിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. സിനിമയാണെങ്കിൽ കുറച്ച് മാത്രമാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്, പക്ഷെ ഇതിനകത്ത് ഒത്തിരി വെട്ടുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയുകയാണ് കേട്ടോ. നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു കടൽ തീരത്താണ്. 3-ാമത്തെ ദിവസമാണ് ഇപ്പം മഴ പെയ്യുന്നത്. മീൻസ് മഴ തുടങ്ങിയിട്ട് 3 ദിവസമായി നിൽക്കുന്നതേ ഇല്ല. 2 ദിവസം കഴിഞ്ഞു, ഇത് 3-ാമത്തെ ദിവസമാണ്. ആ കടപ്പുറത്താകെ വെള്ളമയമാണ്, മാളങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് ഞണ്ടുകളൊക്കെ അടുത്തുള്ള വീടുകളിലേക്ക് കയറാൻ തുടങ്ങി. ഇപ്പൊ പെലായോ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്കും ധാരാളമായിട്ട് ഞണ്ടുകൾ വന്നു. ഇയാളും ഭാര്യയും ഒക്കെ ആ ഞണ്ടുകളെ തല്ലിക്കൊന്ന് വീടിനകത്തിട്ടിരിക്കുകയാണ്. ശക്തമായ മഴ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, തല്ലിക്കൊന്ന് ഞണ്ടുകളെ വീട്ടിനകത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് തീരെ ഒരു കൊച്ചു കുട്ടിയുണ്ട്, ഒരു പൊടിക്കുഞ്ഞ് അവരുടെ വീട്ടിലുണ്ട്. ആ കുഞ്ഞിന് പെട്ടെന്ന് വയ്യാതെ വരുന്നു, പനി പോലെയാകുന്നു, ഭയങ്കരമായിട്ട് സീരിയസ് ആകുന്നു. അപ്പൊ ഇവര് കരുതുന്നത് ഈ ഞണ്ടിന്റെ നാറ്റം കൊണ്ടാണ്, ഈ ഞണ്ടിന്റെ ദുർഗന്ധം കൊണ്ടാണ് കുഞ്ഞിന് തീരെ വയ്യാത്തത്. അപ്പൊ പെലായോ എന്ത് ചെയ്യുന്നു, ഈ ഞണ്ടിനെ എടുത്ത് കടലിൽ കൊണ്ട് കളയാനായിട്ട് പോവാണ്. അപ്പൊ ഇയാൾ കടലിൽ കൊണ്ട് കളയാനായിട്ട് പോകുന്നു. ഇനി നമ്മുടെ വരികൾ ശ്രദ്ധിക്കുക. ദ ലൈറ്റ് വാസ് വീക്ക്, വെളിച്ചം തീരെ കുറവായിരുന്നു. ഈവൻ അറ്റ് നൂൺ, ഉച്ച സമയമായിട്ട് പോലും, ഉച്ച സമയത്ത് പോലും വെളിച്ചം തീരെ കുറവായിരുന്നു. നമ്മൾ പറഞ്ഞു 3-ാമത്തെ ദിവസമാണ്. ഇപ്പൊ മഴ തുടങ്ങിയിട്ട് മൂടിക്കെട്ടി കിടക്കുന്ന അന്തരീക്ഷമാണ്, എല്ലാം കൂടി ഒരുമാതിരി ചാരക്കളർ, ഇരുണ്ട് കിടക്കുകയാണ്, വെളിച്ചം തീരെയില്ല, സൂര്യപ്രകാശം തീരെയില്ല, ഉച്ച സമയമായിട്ട് കൂടി. ഇനി നോക്കുക, വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക്, പെലായോ തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ, ടു ദ ഹൗസ്, വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ, നമ്മൾ പറഞ്ഞു ഞണ്ടുകളെ കൊണ്ട് കടലിൽ കളഞ്ഞതിന് ശേഷം പെലായോ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ, പുള്ളിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാണാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ്, എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് ഗ്രോൺ ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് അനങ്ങിക്കൊണ്ടിരുന്നത്, ഞരങ്ങിക്കൊണ്ടിരുന്നത്. മൂവ് ചെയ്യുക, അനങ്ങുക, ഗ്രോൺ ചെയ്യുക, ഞരങ്ങുക, വേദനയൊക്കെ കൊണ്ട് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് ഗ്രോൺ ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? ഇൻ ദ റിയർ ഓഫ് ദി കോർട്ട്യാർഡ്, ഇപ്പോൾ വീടിന്റെ പുറകിലുള്ള മുറ്റത്ത്. മുറ്റം എന്ന് പറയുമ്പോൾ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഏരിയയാണ് നമ്മൾ മുറ്റം എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ റിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. റിയർ എന്ന് പറയുമ്പോൾ പിറകിലാണ്. അപ്പൊ ഇയാള് വീടിന്റെ പുറകിലാണ് കടലിൽ കൊണ്ട് കളയാനായിട്ട് പോയത്. ഇയാൾ തിരിച്ചു വരുമ്പോൾ ഇയാളുടെ വീടിന്റെ പിറകിലായിട്ട് എന്തോ അനങ്ങുന്നു, എന്തോ ഞരങ്ങുന്നു. അയാൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു, നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് നോക്കിയേ, ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ, ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ്, അയാൾക്ക് വളരെ അടുത്തേക്ക് ചെല്ലേണ്ടി വന്നു, ടു സീ, കാണാനായിട്ട്. ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ, ചെന്ന് നോക്കിയപ്പോൾ ആരാണത്? അതൊരു പ്രായം ചെന്ന മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ, വളരെ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. ദ മാൻ വാസ് ലൈയിങ്, ആ ആള് കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ, എങ്ങനെയാണ് കിടന്നത്? കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ, മുഖം താഴോട്ടാക്കി കിടക്കുകയായിരുന്നു, കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഇൻ ദ മഡ്, എവിടെയാ? ചെളിയില്. മഴ പെയ്ത് മൊത്തം ചെളിയായിട്ട് കിടക്കുകയാണ്. ചെളിയിൽ താഴോട്ട് കമിഴ്ന്ന് കിടക്കുകയായിരുന്നു അയാൾ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ്, അയാളുടെ വലിയ രീതിയിലുള്ള ശ്രമം ഉണ്ടായിരുന്നിട്ടും അയാൾ നല്ല രീതിയിൽ ശ്രമിക്കുകയായിരുന്നു. ട്രമൻഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട്, വലിയ രീതിയിൽ, ഗ്രേറ്റ് ആയിട്ട്. ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടും, അങ്ങനെ ചെയ്തിട്ടും. അപ്പൊ അയാൾ വലിയ രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടും ട്രൈ ചെയ്തിട്ടും ദ മാൻ കുഡിൻ ഗെറ്റപ്പ്, അയാളിന് ഗെറ്റപ്പ്, എണീക്കാൻ കുഡിൻ്റെ പറ്റുന്നില്ലായിരുന്നു. അയാൾക്ക് കുഡിൻ ഗെറ്റപ്പ്, എഴുന്നേക്കാൻ കഴിയുന്നില്ലായിരുന്നു. impeded by his enormous wings, അതിനെ ഇംപീഡ് ചെയ്തത്, ആ പ്രവൃത്തിക്ക് തടസ്സം നിന്നത്, അതിനെ പ്രിവെന്റ് ചെയ്തത് എന്തായിരുന്നു? ഹിസ് ഇനോമസ് വിങ്സ് ആയിരുന്നു. അയാളുടെ വളരെ വലിയ, എക്സ്ട്രീംലി ലാർജ് ആയിട്ടുള്ള വിങ്സ് ആയിരുന്നു, ഭയങ്കര വലിപ്പമുള്ള ചിറകുകളായിരുന്നു അയാളെ തടഞ്ഞത്. അപ്പൊ ഇയാൾ കമിഴ്ന്ന് കിടക്കാൻ, അയാൾ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഈ വലിയ രീതിയിലുള്ള, വളരെ വലിയ വലിപ്പമുള്ള ഈ ചിറക് കാരണം അയാൾക്ക് പൊങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഫ്രൈറ്റൻഡ് ബൈ ദി സൈറ്റ്, ഈ കാഴ്ച കണ്ട് ഭയന്നിട്ട്, അല്ലെ, പേടിച്ചിട്ട്, ഫ്രൈറ്റൻഡ് ആയിട്ട് പെലായോ റാൻ, പെലായോ എടുത്ത് ചോടി. ടു ഗെറ്റ് എലിസണ്ട, എലിസണ്ടയെ വിളിക്കാനായിട്ട്. എലിസണ്ട ആരാണ്? ഹിസ് വൈഫ്, പുള്ളിയുടെ വൈഫായിട്ടുള്ള എലിസണ്ടയെ വിളിക്കാനായിട്ട് പെലായോ എടുത്ത് ഓടി. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്, അവരുടെ കുഞ്ഞിന് വയ്യ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അവരുടെ കുഞ്ഞിനെ എന്താണ്, ഇപ്പോൾ ചൂടൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്, തുണി നനച്ച് തലയിലിട്ട് തരും. അതാണ് ഇവിടെ കംപ്രസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ കംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേദനയ്ക്ക് ആശ്വാസം കിട്ടാൻ,
അതുപോലെ തന്നെ ചൂടിന് ആശ്വാസം കിട്ടാനൊക്കെ നമ്മൾ തുണി നനച്ചൊക്കെ ഇടുന്നതിനെയാണ് കംപ്രസ്. ആ തുണിക്കാണ് നമ്മൾ കംപ്രസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള തുണി, നമുക്ക് ആശ്വാസത്തിന്, വേദനയ്ക്ക് ആശ്വാസത്തിന്, ചൂടിന് ആശ്വാസത്തിന് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തുണിക്കാണ് കംപ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കംപ്രസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വയ്യാത്ത കുഞ്ഞ്, സിക്കായിട്ടുള്ള സുഖമില്ലാത്ത കുഞ്ഞിന് കംപ്രസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? എലിസന്ത. എന്നിട്ട് നോക്കിയേ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. He took her to the rear of the courtyard. നേരെ വന്നു പിലായോ, അവളെ വിളിച്ചു കൊണ്ടുപോയി. took her, കൊണ്ടുപോയി. to the rear of the courtyard, വീടിന്റെ പിറകു ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ they both looked at the fallen body. they both, അവർ രണ്ടുപേരും looked, നോക്കി നിന്നു, at the fallen body, ആ വീണ് കിടക്കുന്ന വസ്തുവിനെ നോക്കി നിന്നു. ബോഡി എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല വസ്തു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. വീണ് കിടക്കുന്ന ഒരു വസ്തു, ചിറകൊക്കെ ഉള്ളത് കൊണ്ട് ആകാശത്ത് നിന്ന് വന്ന് വീണ രീതിയിലുള്ള ഒരു വസ്തു അല്ലെ. അപ്പൊ ആ വീണ് കിടക്കുന്ന വസ്തുവിനെ അവർ രണ്ടുപേരും നോക്കി നിന്നു. ഇനി നോക്കണം ആ ആളിന്റെ പ്രത്യേകത, ആ ഓൾഡ് മാന്റെ പ്രത്യേകതകൾ നോക്കിയേ. The man was dressed like a rag picker. ആ ആള് ഡ്രസ്സ് ധരിച്ചിരുന്നത് ആരെ പോലെയായിരുന്നു? ഒരു റാക്ക് പിക്കറിനെ പോലെയായിരുന്നു. റാക്ക് പിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളിനെയാണ് റാക്ക് പിക്കർ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ഇപ്പോൾ എന്താണ്, ഒത്തിരി ആളുകൾ വേസ്റ്റ് സാധനങ്ങൾ പെറുക്കി നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. അതല്ല, ഇത് പണ്ട് കാലത്ത് തെരുവുകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് വേസ്റ്റ് സാധനങ്ങൾ പെറുക്കിയിരുന്ന വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആളുകൾ, അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇയാളുടെ വസ്ത്രങ്ങൾ വളരെ മോശമായിരുന്നു. the man was dressed like a rag picker. ഒരു റാക്ക് പിക്കറിനെ പോലെ, ഒരു വേസ്റ്റ് പെറുക്കി ജീവിക്കുന്ന ഒരാളിനെ പോലെയായിരുന്നു ഈ ഒരു വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. ഇനി നോക്കിയേ. there were only a few faded hairs. there were means ഉണ്ടായിരുന്നുള്ളൂ. only a few faded hairs, കുറച്ച് ഫെയ്ഡ് ആയിട്ടുള്ള മുടികൾ, രോമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങനെ മുടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫെയ്ഡഡ് ആയിരുന്നു. ഫെയ്ഡഡ് മീൻസ് തീരെ കട്ടി കുറഞ്ഞ, നമുക്ക് തല കാണാൻ കഴിയുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള രോമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഓൺ ഹിസ് ബോൾഡ് സ്കൾ, പുള്ളിക്കാരന്റെ കഷണ്ടി കയറിയ സ്കളില്, തലയോട്ടിയില് കഷണ്ടി കയറിയ തലയിൽ ലെഫ്റ്റ് അവശേഷിച്ചിരുന്നുള്ളൂ, ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വളരെ കുറച്ച് കട്ടി കുറഞ്ഞ, തല കാണാൻ കഴിയുന്ന രീതിയിലുള്ള കുറച്ച് രോമങ്ങൾ മാത്രം ബാക്കിയുണ്ടായിരുന്നു പുള്ളിയുടെ കഷണ്ടി കയറി. അപ്പൊ മെയിൻ ആയിട്ട് കഷണ്ടിയാണ്, സൈഡിലൊക്കെ ചെറുതായിട്ട് രോമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയോ ആൻഡ് വെരി ഫ്യൂ ടീത്ത്, അത് മുടികളുടെ എണ്ണം മാത്രമല്ല കുറവ്, പിന്നെയോ വെരി ഫ്യൂ ടീത്ത്, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടീത്ത്, പല്ലുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ ഹിസ് മൗത്ത്, അദ്ദേഹത്തിന്റെ വായ്, അയാളുടെ വായില്. അപ്പൊ ആ ഓൾഡ് മാന്റെ വായില് വളരെ കുറച്ച് മാത്രമേ പല്ലുകൾ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ടീത്ത്, ടൂത്ത്, ഒരു പല്ലാണെങ്കിൽ നമ്മൾ ടൂത്ത് എന്ന് പറയും, ഒന്നിൽ കൂടുതൽ പല്ലുകൾ ഉണ്ടെങ്കിൽ ടീത്ത് എന്ന് പറയും. അപ്പൊ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നോക്കുക, ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ, അയാളുടെ ദയനീയാവസ്ഥ, സീംഡ്, കാണപ്പെട്ടു, ദാറ്റ് ഓഫ് എ ഡ്രങ്ക്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഒരു ഡ്രങ്ക്ഡ് ആയിട്ടുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ അവസ്ഥ പോലെ കാണപ്പെട്ടു. സീംഡ്, കാണപ്പെട്ടു. ഡ്രങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞു കുതിർന്ന ഒരു മുതുമുത്തശ്ശൻ, ഭയങ്കര പ്രായം ചെന്ന ഒരു മുത്തശ്ശൻ നനഞ്ഞു കുതിർന്നിരിക്കുന്നത് പോലെയാണ് അയാളുടെ കണ്ടീഷൻ കണ്ടപ്പോൾ. പിറ്റിഫുൾ കണ്ടീഷൻ, ദയനീയമായിട്ടുള്ള കണ്ടീഷനാണ്, അവസ്ഥയാണ്. അത് കണ്ടപ്പോൾ തോന്നിയത്, പെലായോയ്ക്കും വൈഫിനും തോന്നിയത് അങ്ങനെയാണ്. എന്നിട്ടോ ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ദിസ് ടുക്ക് അവേ, ഇത് ടുക്ക് അവേ, എടുത്തു മാറ്റി, റിമൂവ് ചെയ്തു. എനി സെൻസ് ഓഫ് ഗ്രാൻഡർ, എനി സെൻസ് ഓഫ് അട്രാക്ഷൻ, എനി സെൻസ് ഓഫ് ബ്യൂട്ടി, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള സൗന്ദര്യത്തിനെയാണ് നമ്മൾ ഗ്രാൻഡർ എന്ന് പറയുന്നത്. ഗ്രാൻഡർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അപ്പൊ പുള്ളിക്ക് ഉണ്ടായിരിക്കേണ്ട, ആ പ്രായമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഒരു ചന്തമുണ്ടല്ലോ, അതൊക്കെ ഈ നനഞ്ഞു കുതിർന്ന അവസ്ഥ, ദയനീയാവസ്ഥ അയാളിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതായത് ഈ മനുഷ്യനെ കണ്ടിട്ട് ഒരു ചന്തവും ഇല്ല, ഒരു ദയനീയാവസ്ഥ, കഷ്ടം മാത്രമാണ് തോന്നുക. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, അയാളുടെ ഹ്യൂജ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള ബസാർഡ് വിങ്സ്. ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബസാർഡിന്റെ പോലെയുള്ള ചിറകുകൾ. ബസാർഡ് എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം കഴുകനാണ്. അപ്പൊ കഴുകന്റെ മാതിരിയുള്ള ചിറക്, അത് ഡേർട്ടിയാണ്, അഴുക്ക് പിടിച്ചതാണ്. ആൻഡ് ഹാഫ് പ്ലക്ഡ് ആണ്. ഹാഫ് പ്ലക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തൂവൽ പറിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാഫ് പ്ലക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയോളം തൂവലുകൾ പറിച്ചെടുത്തതാണ്. പകുതി തൂവലേ ഉള്ളൂ, കുറച്ച് തൂവല് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചിറകുകളാണ്. വേർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്,
അത് മഡില് ചെളിയിൽ എൻടാങ്കിൾഡ് ആയിരുന്നു. ആ ചിറകുകൾ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു. എൻടാങ്കിൾ ആകുക, കുരുങ്ങി കിടക്കുക എന്നൊക്കെയാണ്. ഇവിടെ ചെളി ആയതുകൊണ്ട് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ് ആ ചിറകുകൾ. ചെളിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നോക്കുക, ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്. ഇപ്പൊ പെലായോയും വൈഫും കൂടി ഈ മനുഷ്യനെ നോക്കി നിൽക്കുകയാണ്. ദേ ലുക്ക്ഡ് അറ്റ് ഹിം, അവർ നോക്കി നിന്നു ഇയാളെ. സോ ലോങ്, ഒത്തിരി നേരം നോക്കി നിന്നു. ആൻഡ് സോ ക്ലോസ്ലി, വളരെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദാറ്റ്, അതുകൊണ്ട് എന്താന്ന് നോക്കിയേ, പെലായോ ആൻഡ് എലിസന്ത, പെലായോയ്ക്കും എലിസന്തയ്ക്കും വെരി സൂൺ, വളരെ പെട്ടെന്ന് തന്നെ അവർ ഓവർകെയിം ചെയ്തു their സർപ്രൈസ്, അവരുടെ ഞെട്ടൽ. പെട്ടെന്ന് തന്നെ അവരുടെ ഞെട്ടൽ മാറി, ഒരു അത്ഭുതം മാറി. അവരിങ്ങനെ അത്ഭുതത്തോടുകൂടി ഞെട്ടലോടുകൂടി കുറേ നേരം നോക്കി നിന്നു, വളരെ അടുത്ത് നിന്ന് നോക്കി നിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ഞെട്ടലൊക്കെ മാറി. ഇൻ ദി എൻഡ്, അങ്ങനെ നോക്കി നിന്ന് അവസാനം ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ, അവർക്ക് ഒരു പരിചയം തോന്നി, പുള്ളിയോടൊരു അടുപ്പം തോന്നാൻ തുടങ്ങി. കുറേ നേരമായപ്പോഴേക്കും ആ പേടിയൊക്കെ മാറി, ഒരു അടുപ്പമൊക്കെ ആയി. ദെൻ ദേ ഡേർഡ് സ്പീക്ക് ടു ഹിം, അന്നേരം അവരെന്ത് ചെയ്തു, അയാളോട് സംസാരിക്കാൻ ധൈര്യം കാണിച്ചു. അപ്പൊ അവർക്ക് ധൈര്യമായി അയാളോട് സംസാരിക്കാൻ. ഹി ആൻസേർഡ്, അയാൾ മറുപടി പറഞ്ഞു, അയാൾ ഉത്തരം പറഞ്ഞു ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്, ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡയലക്റ്റിൽ. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ലാംഗ്വേജ്, ഭാഷ, അറിയാത്ത ഭാഷ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെലായോയ്ക്കോ വൈഫിനോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല. വിത്ത് എ സ്ട്രോങ്, പക്ഷെ അയാൾ പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. അയാൾ പറയുന്നത് നോക്കുക, വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ കരുത്തുറ്റ ഒരു സെയിലറിന്റെ വോയിസോടുകൂടിയാണ് ഇയാൾ സംസാരിക്കുന്നത്. സെയിലറിന്റെ വോയിസ് എന്ന് പറയുമ്പോൾ കപ്പലിൽ പോകുന്ന ആളിനെയാണ് സെയിലർ എന്ന് പറയുന്നത്. കപ്പലിൽ പോകുന്ന ആളിന്റെ സ്വരം, അങ്ങനെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വരമായിട്ടാണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വരത്തിലാണ് ഇയാൾ സംസാരിച്ചത്. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല. ഇനി ദേ കൺക്ലൂഡഡ്, അവരൊരു തീരുമാനത്തിലെത്തി, അവരൊരു നിഗമനത്തിലെത്തി. അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ, അയാൾ ഒരു ഒറ്റപ്പെട്ടു പോയ കാസ്റ്റവേ ആണ്. ഈ കാസ്റ്റവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പല് തകർന്നിട്ട് എങ്ങനെയും നീന്തി രക്ഷപ്പെട്ട് കരയ്ക്ക് വരത്തില്ലേ, അങ്ങനെയുള്ള ആളിനെയാണ് കാസ്റ്റവേ എന്ന് പറഞ്ഞേക്കുന്നത്. ലോൺലി ആയിട്ടുള്ള, ഒറ്റപ്പെട്ടു പോയ ഒരു കപ്പൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ് ഇയാളെന്ന് അവർ കൺക്ലൂഡ് ചെയ്തു, അവരൊരു തീരുമാനത്തിലെത്തി. ഫ്രം സം ഫോറിൻ ഷിപ്പ്, അപ്പൊ ഏതോ ഫോറിൻ ഷിപ്പ് തകർന്നിട്ട്, ഏതോ വിദേശ കപ്പൽ തകർന്നിട്ട് രക്ഷപ്പെട്ടു വന്നതാണ് എന്നാണ് അവർ കൺക്ലൂഡ് ചെയ്തത്. wrecked by the storm, ഈ കപ്പൽ തകർന്നത് എങ്ങനെയാണ്, സ്റ്റോം കാരണമാണ്. സ്റ്റോം എന്ന് പറയുമ്പോൾ വയലന്റ് വെതർ ആണ്, ഭയങ്കര ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഇടിയും മിന്നലും എല്ലാം ഉള്ള കാലാവസ്ഥയാണ് സ്റ്റോം എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റോം കാരണം റെക്കായി, തകർന്നു, കപ്പൽ തകർന്നു എന്നുള്ളതാണ് ഇവര് മനസ്സിലാക്കിയേക്കുന്ന കാര്യം. then they called in, അവര് കോൾ ഇൻ ചെയ്തു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കോൾ ഇൻ എന്ന് പറയുന്ന ഒരു ഫ്രൈസൽ വെർബ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദേ കോൾഡ് ഇൻ, അവര് കോൾ ഇൻ ചെയ്തു. എന്തെങ്കിലും ഒരു നമുക്കൊരു ആവശ്യം വരുമ്പോൾ സഹായത്തിനായിട്ട് വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് വരുന്നതിനെയാണ് കോൾ ഇൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫ്രൈസൽ വെർബ് നോട്ട് ചെയ്യുക. ദേ കോൾഡ് ഇൻ, അവർ വിളിച്ചോണ്ട് വന്നു എ നൈബർ വുമൺ. ആരെയാണ് വിളിച്ചോണ്ട് വന്നത്, ശ്രദ്ധിച്ചോണം. അവർ വിളിച്ചോണ്ട് വന്നത് എ നൈബർ വുമൺ, ഒരു അയൽക്കാരി സ്ത്രീയെ വിളിച്ചോണ്ട് വന്നു. ടു സീ ഹിം, ഈ പുള്ളിയെ കാണാനായിട്ട്. അപ്പോൾ ഈ എന്താണ്, ഓൾഡ് മാനെ കാണിക്കാൻ വേണ്ടിയിട്ട്, നോക്കാനായിട്ട് അയൽപക്കത്തുള്ള ഒരു സ്ത്രീയെ ഇവർ വിളിച്ചോണ്ട് വന്നു. നമ്മുടെ ഒറിജിനൽ കഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി കിട്ടും. ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു വെറും സ്ത്രീയെ അല്ല ഇവർ വിളിച്ചോണ്ട് വരുന്നത്. ഈ സ്ത്രീയുടെ ഒരു പ്രത്യേകത, അവർക്ക് ഡെത്തിനെ പറ്റിയും ലൈഫിനെ പറ്റിയും അറിയാം, മരണത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും അറിയാവുന്ന ഒരു സ്ത്രീയെയാണ് വിളിച്ചോണ്ട് വരുന്നത്. ഇനി നോക്കിക്കോണം, ആ സ്ത്രീ വന്നിട്ട് all she needed was one look, ആകപ്പാടെ അവർക്ക് വേണ്ടിയിരുന്നത് ഒരൊറ്റ നോട്ടമായിരുന്നു. ഒരൊറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ. ടു ഷോ ദം, അവർക്ക് കാണിച്ചു കൊടുക്കാൻ. their mistake, അവരുടെ മിസ്റ്റേക്ക്, പെലായോയ്ക്കും വൈഫിനും അവരുടെ മിസ്റ്റേക്ക് കാണിച്ചു കൊടുക്കാൻ ഒരൊറ്റ നോട്ടം മതിയായിരുന്നു ഇവർക്ക്. മീൻസ് അവരൊരൊറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ ആ ഓൾഡ് മാനെ, അവർക്ക് കാര്യം മനസ്സിലായി. അപ്പൊ പെലായോയുടെയും അതുപോലെ വൈഫിന്റെയും ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കാര്യമെന്ന് നോക്കണം, എന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാകും. ഹീ ഈസ് ആൻ ഏഞ്ചൽ, ഹീ ഈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ഹീസ്. ഹീ ഈസ് ആൻ ഏഞ്ചൽ, ഇയാൾ ഒരു മാലാഖയാണ്. ഈ സ്ത്രീ പറയുന്നത് ഇതാണ്, ഇയാൾ ഒരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം, അവൾ അവരോട് പറഞ്ഞു. സ്ത്രീ പെലായോയോടും വൈഫിനോടും പറയുകയാണ്, ഇയാൾ ഒരു മാലാഖയാണ്. ഇനി നോക്കണം, ഇനി ബാക്കി പറയുന്ന കാര്യമാണ് രസം. ഹീ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ്, അയാള് വന്നുകൊണ്ടിരുന്നത് ഫോർ ദ ചൈൽഡ്, കുഞ്ഞിന് വേണ്ടി ആയിരിക്കണം, കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുന്ന വഴി ആയിരിക്കണം അയാൾ.
ബട്ട് ദ പൂവർ ഫെലോ, എന്നാൽ ഈ പാവം പിടിച്ചവൻ ഈ സോ ഓൾഡ്, നല്ല പ്രായമുള്ള ആളാണ് അല്ലെ. ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ, അതുകൊണ്ട് മഴ അയാളെ നോക്ക് ഡൗൺ ചെയ്തു. മഴ അയാളെ അടിച്ച് താഴെ ഇട്ടു, അടിച്ച് ഗ്രൗണ്ടിലിട്ടു. ഇടിച്ച് താഴെ ഇടുന്നതിന് അതിനെയാണ് നോക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോളുക, മറ്റൊരു ഫ്രേസൽ വെർബാണ് നോക്ക് ഡൗൺ എന്ന് പറയുന്നത്, അടിച്ച് താഴെ ഇടുക എന്നുള്ളതാണല്ലേ. അപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുന്ന വഴി ആയിരിക്കണം ഇയാൾ, പക്ഷേ ഇയാൾ ഓൾഡ് ആണ്, നല്ല പ്രായമുള്ള ആളാണ്, മഴ ഇയാളെ അടിച്ച് താഴെ ഇട്ടതാണ്, ഇതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം കുഞ്ഞിന് തീരെ വയ്യ, കുഞ്ഞ് വല്ലാത്ത സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കുഞ്ഞ് മരിക്കാൻ പോവുകയായിരിക്കും, കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്ന മാലാഖയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് പറയുന്നില്ല, അവർ പറയുന്ന ഇതാണ്, തല്ലിക്കൊല്ലണം ഈ മാലാഖയെ. കുഞ്ഞിനെ കൊല്ലാൻ അല്ലെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്ന മാലാഖയാണ്, തല്ലിക്കൊല്ലണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പെലായോയ്ക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു, അതിന് മനസ്സ് വന്നില്ല. ഒരാളിനെ തല്ലിക്കൊല്ലാനായിട്ട് പെലായോയ്ക്ക് മനസ്സ് വന്നില്ല. ഇനി ഇത് ബാക്കി നമുക്ക് നോക്കാം, ബാക്കി ശ്രദ്ധിക്കുക. ഓൺ ദ ഫോളോയിങ് ഡേ, തൊട്ടടുത്ത ദിവസം, എവ്രി വൺ ന്യൂ, എല്ലാവരും അറിഞ്ഞു, ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, എന്താണ്, ജീവനുള്ള ഒരു മാലാഖ, ചോരയും മാംസവും ഉള്ള ഒരു മാലാഖ അല്ലെ, യഥാർത്ഥത്തിലുള്ള ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു മാലാഖ, വാസ് ഹെൽഡ് ക്യാപ്റ്റീവ്, പ്രിസണറായിട്ട് അയാളെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഹെൽഡ് ക്യാപ്റ്റീവ്, അതൊരു പ്രയോഗമാണ് കേട്ടോ. ഹെൽഡ് ക്യാപ്റ്റീവ്, ഹോൾഡ് ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിയായി പിടികൂടുക, തടവുകാരനായി, പ്രിസണറായിട്ട് പിടികൂടുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ജീവനുള്ള ഒരു മാലാഖയെ ബന്ധിയായിട്ട് പിടികൂടിയിരിക്കുന്നു. എവിടെയാണ്? ഇൻ പെലായോസ് ഹൗസ്, പെലായോയുടെ വീട്ടിൽ പിടികൂടിയിരിക്കുന്നു എന്നുള്ള കാര്യം നാട്ടുകാരൊക്കെ അറിയുന്നു. പെലായോ വാച്ച്ഡ് ഓവർ ഹിം, പെലായോ അയാളെ നോക്കിയിരുന്നു. ഓൾ ആഫ്റ്റർനൂൺ, കേട്ടോ, മുഴുവൻ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, പിറ്റേ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മുഴുവൻ പെലായോ നോക്കിയിരുന്നു. ഫ്രം ദ കിച്ചൺ, എവിടെ നിന്നാണ് നോക്കിയത്? അയാൾ അടുത്തിരുന്നല്ല, കിച്ചണിൽ നിന്ന്. മഴയായിരിക്കണം, വീണ്ടും മഴയായിരിക്കണം. പെലായോ കിച്ചണിൽ നിന്ന് എന്താണ് ഇയാളെ നോക്കിയിരുന്നു. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്ബ്, പെലായോയുടെ ബെയിലിഫ് ക്ലബ്ബ് കയ്യിൽ വെച്ചുകൊണ്ടാണ്, ആ ആയുധം കൂടെ വെച്ചിട്ടാണ് പെലായോ നോക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ബെയിലിഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ കൊളംബിയ എന്ന് പറയുന്നത് അമേരിക്കയുടെ, ട്രംപിന്റെ അമേരിക്കയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിനേക്കാളും ഇവിടെ കൂടുതലായിട്ട് ചേരുന്നത്. ഈ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ബെയിലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഈ കോടതിയിലെ കാര്യങ്ങൾ നോക്കുന്ന, തടവുകാരെയൊക്കെ കോടതിയിൽ ഹാജരാക്കുന്ന, കോടതിയിലെ ഓർഡറൊക്കെ നോക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ ആയുധം വേണം അല്ലെ. അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന ബെയിലിഫ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബെയിലിഫിന്റെ കയ്യിലുള്ള വടിയാണത് കേട്ടോ. ബെയിലിഫിന്റെ കയ്യിലുള്ള വടിയാണ് ബെയിലിഫ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പെലായോ എന്ന് പറയുന്ന ഒരു ബെയിലിഫാണ്. ഇയാളുടെ കയ്യിൽ വടിയുണ്ട്. ഇയാൾ വടിയൊക്കെ കൊണ്ട് ഈ ആരെ നോക്കിയിരിക്കുകയാണ്? ഓൾഡ് മാനെ നോക്കിയിരിക്കുകയാണ്. തല്ലിക്കൊല്ലാനൊന്നും മനസ്സില്ല, വെറുതെ അയാൾ നോക്കിയിരിക്കുന്നതേ ഉള്ളൂ. ഇനി നോക്കുക, ബിഫോർ ഗോയിങ് ടു ബെഡ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്. എന്ത് ചെയ്തു പെലായോ ചെന്ന് ആ ഓൾഡ് മാനെ വലിച്ചു പുറത്തു കൊണ്ടുവരുന്നു, ഡ്രാഗ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നു. ഔട്ട് ഓഫ് ദ മഡ്, ആ ചെളിയിൽ നിന്ന് വലിച്ചു പുറത്തു കൊണ്ടുവരുന്നു. ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദി ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. എന്നിട്ടോ ചിക്കൻ കൂപ്പിൽ കൊണ്ടുപോയി, കോഴിക്കൂട്ടിൽ കൊണ്ടുപോയിട്ട് കോഴികളുടെ ഒപ്പം, പെടക്കോഴികളുടെ ഒപ്പം, ഹെൻസിനൊപ്പം ഇളയും എന്ത് ചെയ്യുന്നു? ലോക്കപ്പ് ചെയ്യുന്നു, പൂട്ടിയിടുന്നു അല്ലെ. ഇളെ ലോക്കപ്പ് ചെയ്യുന്നു. മറ്റൊരു ഫ്രേസൽ വെർബാണ് ലോക്കപ്പ് ചെയ്യുക, പൂട്ടിയിടുക അല്ലെ. ഇളെ കൊണ്ടുപോയി പൂട്ടിയിടുന്നു കോഴികൾക്കൊപ്പം. ഇതാണ് പെലായോ ചെയ്യുന്നത്. ഇനി നോക്കണം. A short time afterward, the child woke up without a fever. A short time afterward, ഒരല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണർന്നു. അതും എങ്ങനെയാണ്? വിത്തൗട്ട് എ ഫീവർ, ഒരു പനി പോലും ഇല്ലാതെ, പനിയൊക്കെ മാറി കുഞ്ഞുണർന്നു. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, അവന് തിന്നാനുള്ള ആഗ്രഹം, അവന് കഴിക്കാനുള്ള ആഗ്രഹം വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വിശന്നു തുടങ്ങി. തീരെ വയ്യാതിരുന്ന സമയത്ത് കുഞ്ഞൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുഞ്ഞുണർന്നു, അവന് വിശക്കുന്നുമുണ്ട്. Then they felt magnanimous. അപ്പോൾ അവർക്ക് മാഗ്നാനിമസ് ആയിട്ട് തോന്നുകയാണ്, വിശാല മനസ്സ് തോന്നുകയാണ്, ഉദാര മനസ്സ് തോന്നുകയാണ്, ജനറസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരികയാണ്. തങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ എന്താ കാര്യം? കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്ന മാലാഖയാണെങ്കിൽ കൂടി ഇനിയിപ്പോൾ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, കുഞ്ഞൊക്കെ ആയി, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവരുടെ മനസ്സിൽ നല്ല ഫീലിംഗ് ആണ് വന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു നോക്കിയേ? ദേ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു. നോക്കിക്കോണം, ദേ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു
ടു പുട്ട് ദി ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്. ഈ ഏഞ്ചലിനെ ഒരു റാഫ്റ്റിൽ കയറ്റാനായിട്ട് അവർ തീരുമാനിച്ചു, ഒരു റാഫ്റ്റിൽ വെക്കാനായിട്ട് അവർ തീരുമാനിച്ചു. എന്താണ് ഈ റാഫ്റ്റ്? ചെങ്ങാടം. ഇയാളെ ഒരു ചെങ്ങാടത്തിൽ കയറ്റി വിത്ത് ഫ്രഷ് വാട്ടർ, നല്ല വെള്ളമൊക്കെ കുടിക്കാനുള്ള ഫ്രഷ് വാട്ടറൊക്കെ വെച്ച് ആൻഡ് പ്രൊവിഷൻസ്, അതുപോലെ ഭക്ഷണവും മറ്റ് സാധനങ്ങളും ഒക്കെ വെച്ചിട്ട്, അല്ലെ, ഭക്ഷണമൊക്കെയാണ് പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ, ഫോർ 3 days, അങ്ങനെ 3 ദിവസത്തേക്കുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ വെച്ചിട്ട് ആൻഡ് ലീവ് ഹിം, അങ്ങേരെ വിടാമെന്ന് വെച്ചു, ടു ഹിസ് ഫെയ്റ്റ്, അങ്ങേരുടെ വിധിക്ക് വിടാമെന്ന് വെച്ചു, ഓൺ ദ ഹൈ സീസ്, പുറംകടലിലേക്ക്. അതായത് എന്താണ്, 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ വെച്ച് ഒരു ചെങ്ങാടത്തിൽ കയറ്റിയിട്ട് ഇങ്ങനെ തള്ളി പുറംകടലിലേക്ക് വിടാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു. കാരണം കുഞ്ഞ് രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ ഇയാളെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ തന്നെ ഇവർക്കതിനുള്ള മനസ്സുമില്ല. ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ്, എന്നാൽ അവർ മുറ്റത്തേക്ക് ചെന്നപ്പോൾ, എപ്പോഴാണ് അവർ മുറ്റത്തേക്ക് ചെന്നത്? അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, നേരം വെളുത്ത് ആദ്യത്തെ പ്രകാശം വരുന്ന സമയത്ത്, അല്ലെ. ഡോൺ എന്താണ്? ഏർലി മോർണിംഗ് ആണ്, നേരം വെളുക്കുന്ന സമയമാണ്, പ്രഭാതമാണ്. അപ്പോൾ രാവിലെ അവർ പുറത്തിറങ്ങി മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ദേ ഫൗണ്ട്, അവർ കണ്ടത് എന്താണെന്ന് നോക്കി, ദ ഹോൾ നൈബർഹുഡ്, ആ മുഴുവൻ പരിസരവും, ആ മുഴുവൻ പരിസര പ്രദേശവും ഉണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ്, ആ കോഴിക്കൂട്ടിന് മുമ്പിൽ. അപ്പൊ ആ കോഴിക്കൂടിന് മുമ്പിലായിട്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വന്ന് നിൽപ്പുണ്ട്. അവരെന്ത് ചെയ്യുകയാണെന്ന് നോക്കിയേ, ഹാവിങ് ഫൺ വിത്ത് ദി ഏഞ്ചൽ, ആ ഏഞ്ചലിനെ കളിപ്പിക്കുകയാണ്. നമ്മൾ പട്ടിയെ കളിപ്പിക്കുക, പൂച്ചയെ കളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഏഞ്ചലിനെ കളിപ്പിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞു ഓൾഡ് മാൻ, ഇപ്പോൾ ഒരു ഏഞ്ചൽ എന്നുള്ള രീതിയിലാണ് എന്താണ് അയാളെ പറ്റി എല്ലാവരും പറയുന്നത്, അല്ലെ. വാർത്ത പരന്നു, ഏഞ്ചലിനെ അവിടെ പിടിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏഞ്ചലിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ. ദ വിസിറ്റേഴ്സ്, ആ സന്ദർശകർ, വേർ ടോസിങ് ഹിം തിങ്സ്, അയാൾക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. ടോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ എറിഞ്ഞു കൊടുക്കുന്നതിനെയാണ് ടോസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, ടു ഈറ്റ്, കഴിക്കാൻ വേണ്ടിയിട്ട്, ത്രൂ ദി ഓപ്പണിങ്സ് ഇൻ ദി കൂപ്പ്, ആ കൂട്ടിലെ വിടവുകൾക്കിടയിലൂടെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ആ കൂട്ടിലെ വിടവുകൾക്കിടയിലൂടെ സാധനങ്ങൾ ഇയാൾക്ക് കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ്, അതായിരുന്നു, ആസിഫ്. ആസിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എന്നാണ് കേട്ടോ. ആസിഫ്, ശ്രദ്ധിച്ചോണം, എന്ത് പോലെ എന്ന് നോക്കി, ആസിഫ് ഹി വേറിന്റെ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ, പുള്ളിക്കാരനൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ഒന്നുമല്ല എന്ന രീതിയിലായിരുന്നു അവര് പെരുമാറിയിരുന്നത്. ആ എന്ന പോലെയായിരുന്നു ആളുകൾ പെരുമാറിയിരുന്നത്. സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അമാനുഷിക ജീവി. അപ്പോൾ അമാനുഷിക ജീവി എന്ന് പറയുമ്പോൾ ഈ പ്രേതങ്ങളൊക്കെ പോലെയുള്ള, അല്ലെ മാലാഖമാർ പോലെയുള്ള അങ്ങനെ ഒരു ജീവിയാണെന്ന രീതിയിലല്ല ആളുകൾ പെരുമാറിയിരുന്നത്. ബട്ട് എ സർക്കസ് ആനിമൽ, ഒരു സർക്കസ് ആനിമൽ ആണെന്നുള്ള രീതിയിലാണ് ആളുകൾ പെരുമാറിയത്. ഒരു സർക്കസ് മൃഗത്തെ കാണുന്ന ഒരു ഫീലിലാണ് ആളുകൾ അവിടെ നിന്ന് ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. The news of the captive angel spread with great rapidity. അപ്പോൾ ഈ ന്യൂസ് ഉണ്ടല്ലോ, ഈ captive angel, prisoner ആയിട്ടുള്ള ഏഞ്ചലിന്റെ വാർത്ത, അത് സ്പ്രെഡ്, വ്യാപിച്ചു, പരന്നു, വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. എങ്ങനെയാണ്? ഭയങ്കര വേഗതയിൽ, അല്ലെ. റാപ്പിഡിറ്റി എന്നാണ്, റാപ്പിഡിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ്. വലിയ വേഗത്തിൽ ഈ വാർത്ത എങ്ങും പരന്നു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്, അവരുടെ ആ മുറ്റം ഉണ്ടല്ലോ, ആ മുറ്റത്തിന് ഒരു മാർക്കറ്റ് പ്ലേസിന്റെ ബസിൽ കിട്ടി. ബസിൽ എന്ന് പറഞ്ഞാൽ തിരക്ക്, ഒരു ചന്തയിലുള്ള തിരക്ക് പോലെയായി ഇവരുടെ മുറ്റത്തെ തിരക്കെന്ന് പറയുന്നത്. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ, ആ കപ്പിളിന്, ആ ദമ്പതിമാർക്ക്, ആർക്കാണ്? പെലായോയ്ക്കും ഭാര്യയ്ക്കും കോൾ ഇൻ ചെയ്യേണ്ടി വന്നു. സഹായത്തിനായിട്ട് വിളിച്ചു വരുത്തുക, കോൾ ഇൻ ചെയ്യേണ്ടി വന്നു. ആരുടെ സഹായമാണ്? ട്രൂപ്സ് എന്ന് പറയുമ്പോൾ പട്ടാളം, സേന, സൈന്യത്തെ വിളിച്ചു വരുത്തേണ്ടി വന്നു. ടു ഡിസ്പേഴ്സ് ദ മോബ്, ഈ ആളുകളെ ഡിസ്പേഴ്സ് ചെയ്യാൻ. ആളുകളെ ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക. ആളുകളെ പിരിച്ചുവിടാൻ, സെൻഡ് അവേ ചെയ്യാൻ ഇവർക്ക് പട്ടാളത്തെ ഇറക്കേണ്ട അവസ്ഥ വന്നു. അതാണ് സംഭവിച്ചത്. ദേ ഗോട്ട് ദി ഐഡിയ, അങ്ങനെ ഇരുന്നപ്പോൾ ഇവർക്കൊരു ഐഡിയ തോന്നുകയാണ്. എന്താണെന്ന് നോക്കി, ഓഫ് ഫെൻസിങ് ഇൻ ദി യാർഡ്, ആ മുറ്റത്ത് ഫെൻസ് ഉണ്ടാക്കുവാൻ, ഫെൻസിങ് ചെയ്യാനായിട്ട്. ഫെൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലി കെട്ടുക. ആ മുറ്റത്തൊരു വേലി കെട്ടാനായിട്ടുള്ള ഒരു ഐഡിയ ഇവർക്ക് തോന്നുകയാണ്. വെറുതെ അല്ല, വേലി കെട്ടിയിട്ടോ, എന്താണെങ്കിലും ആളുകൾ വരുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ആൻഡ് ചാർജിങ് 5 cents, 5 സെന്റ് വെച്ച് വാങ്ങാം ഈ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന്. 5 സെന്റ് വെച്ച് ചാർജ് ചെയ്യാം. നമ്മൾ രൂപ എന്ന് പറയുന്നത് പോലെ കൊളംബിയയിലെ കറൻസിയാണ് സെന്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആളുകളെ പ്രവേശിപ്പിക്കാനായിട്ട് ടിക്കറ്റ് വെക്കാം 5 സെന്റിന്. ഫോർ അഡ്മിഷൻ, കണ്ട, പ്രവേശനത്തിനായിട്ട്. ടു സീ ദി ഏഞ്ചൽ, ഈ മാലാഖയെ കാണാനായിട്ട് പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ 5 സെന്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവർക്കൊരു ഐഡിയ, ആളുകളുടെ കയ്യിൽ നിന്ന് 5 സെന്റ് വാങ്ങാമെന്നുള്ളൊരു ഐഡിയ തോന്നുകയാണ്.
The curious came from far away. The curious എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ആളുകൾ, ആകാംക്ഷ നിറഞ്ഞ് കാണാനായിട്ട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ് the curious എന്ന് പറഞ്ഞിരിക്കുന്നത്. Came from far away, അങ്ങ് ദൂരേന്ന് വന്നു. The most unfortunate invalids on earth, ഈ ഭൂമിയിലുള്ള ഏറ്റവും unfortunate എന്ന് പറയുമ്പോൾ ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള, നിർഭാഗ്യവാന്മാരായിട്ടുള്ള, മീൻസ് ഒട്ടും ഭാഗ്യമില്ലാത്ത invalids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം മൂലമോ അപകടം മൂലമോ കയ്യോ കാലോ ഒക്കെ നഷ്ടമാകുന്ന വികലാംഗരെയാണ് invalids എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ദൗർഭാഗ്യം നിറഞ്ഞ invalids, ഒത്തിരി കഷ്ടകാലം പിടിച്ച invalids ഉണ്ടല്ലോ, വികലാംഗരൊക്കെ ഉണ്ടല്ലോ. came in, അവരൊക്കെ വന്നു. in search of health, ആരോഗ്യം തേടി വന്നു. ആരോഗ്യം തേടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലാഖയുണ്ട്. ഈ മാലാഖയുടെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ ഈ രോഗമൊക്കെ ഭേദമായാലോ അല്ലെങ്കിൽ തങ്ങളുടെ കുഴപ്പമൊക്കെ മാറിയാലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. പെലായോ ആൻഡ് എലിസന്ത were happy with fatigue. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെലായോയും എലിസന്തയും വളരെ ഹാപ്പി ആയിരുന്നു. വിത്ത് ഫറ്റീഗ് കാരണം ഹാപ്പി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ? എക്സ്ട്രീം ടയേർഡ്നെസ് എന്നാണ്. ഭയങ്കര ക്ഷീണം. ഇവർക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, പക്ഷെ ഇവർ ഹാപ്പി ആയിരുന്നു. കാരണം എന്താണ്? പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ they had crammed their rooms, അവർ അവരുടെ മുറികളിൽ ക്രാം ചെയ്തു, കുത്തി നിറച്ചു. വിത്ത് മണി, എന്തുവാ? പണമാണ് കുത്തി നിറച്ചത്. പണമാണ് അവരുടെ മുറികളിൽ കുത്തി നിറച്ചത്. അപ്പൊ ഓർത്തോണം, ക്രാംഡിന്റെ കൂടെ ഉപയോഗിക്കുന്ന സാധനം വിത്താണ്. ക്രാം, വിത്ത്. ക്രാംഡ് their rooms with money, പണം അവരുടെ മുറികളിലൊക്കെ അവര് കുത്തി നിറച്ചു. എന്നിട്ട് നോക്കുക, still the line of pilgrims waiting their turn to enter reached beyond the horizon. Still, എന്നിട്ടും നോക്കണം, അപ്പം പൈസ ഒത്തിരിയായി കുമിഞ്ഞുകൂടി, എന്നിട്ടും the line of pilgrims, തീർത്ഥാടകരുടെ നിര. പിൽഗ്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടകരാണ്. അവരുടെ ലൈൻ, ക്യൂ, അവരുടെ നിര. ഈ പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ, തീർത്ഥാടകർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോകുന്ന, വളരെ ബുദ്ധിമുട്ടുള്ള ദൂരയാത്രയ്ക്ക് പോകുന്ന ആളുകളെയാണ് പിൽഗ്രിംസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്താണ്, ഒരു ആരാധനാലയത്തിൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളാൽ ദൂരെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളെയാണ് പിൽഗ്രിംസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്താണ്, ഹജ്ജ് തീർത്ഥാടകർ, അതുപോലെ തന്നെ എന്താണ്, കാശിക്ക് പോകുന്ന തീർത്ഥാടകർ, ശബരിമല തീർത്ഥാടകർ, ഇവരെയൊക്കെ എന്താണ് ശബരിമല പിൽഗ്രിംസ് എന്നാണ് നമ്മൾ പറയുക. ആ രീതിയിൽ ഹജ്ജ് പിൽഗ്രിംസ് എന്നാണ് പറയുക. അപ്പൊ വാക്ക് ശ്രദ്ധിച്ചോണം, തീർത്ഥാടകർ. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കാണാൻ ദൂരേന്ന് വരെ ആളുകൾ വരുന്നു, അതുകൊണ്ടാണ് പിൽഗ്രിംസ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വെയിറ്റിംഗ് their ടേൺ, അവരുടെ ടേൺ കാത്തു നിൽക്കുന്ന ആളുകളാണ്, അവരുടെ അവസരം, ഊഴം കാത്തു നിൽക്കുന്ന ആളുകളാണ്. ടു എൻറ്റർ, അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ. വേലിക്ക് പുറത്താണ് അല്ലെ, വേലി കെട്ടിയിരിക്കുകയാണ്. വേലിക്കകത്തേക്ക് കയറാനായിട്ട് ഊഴം കാത്തു നിൽക്കുന്ന ആളുകൾ. റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ, അവർ അങ്ങ് എത്തി. എവിടെയാണ്? ബിയോണ്ട് ദ ഹൊറൈസൺ, ചക്രവാളത്തിനും അപ്പുറം എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചക്രവാളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റത്ത് കാണാൻ കഴിയുന്ന, അതിരുപോലെ കാണുന്ന, ആകാശവും ഭൂമിയുമായിട്ട് അല്ലെ ആകാശവും കടലുമായിട്ട് മുട്ടിക്കിടക്കുന്ന വര പോലെ കാണുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറൈസൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയായിരുന്നു ക്യൂ. അത്രയ്ക്ക് ആളുകൾ, ഇത്രയൊക്കെ അവർക്ക് പൈസ കിട്ടി, എന്നിട്ടും ആളുകളുടെ എണ്ണം ഒട്ടും കുറയുന്നില്ല. ഇനി നോക്കുക, ദി ഏഞ്ചൽ വാസ് ദി ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. സ്വന്തം ആക്ടിൽ, സ്വന്തം നാടകത്തിൽ ഒട്ടും എന്താണ് പങ്കുവഹിക്കാതിരുന്ന, ഒരു റോളും ഇല്ലായിരുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഏഞ്ചൽ ആയിരുന്നു. ഇവിടെ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകത്തിലെ ഹീറോ എന്ന് പറയുന്നത് ഏഞ്ചലാണ്. എന്നാൽ അയാൾക്കതിൽ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. പിന്നെയോ, ഹി സ്പെൻഡ് ഹിസ് ടൈം, അയാൾ തന്റെ സമയം ചെലവഴിച്ചത് ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ, ഒന്ന് സുഖമായിട്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്, സ്വസ്ഥമായിട്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്, അയാളുടെ കടം വാങ്ങിയ കൂട്ടിൽ. അയാളുടെ സ്വന്തം കൂടല്ലേ, ഇത് കോഴിക്കൂടാണ്. ഇത് കടം വാങ്ങിയിരിക്കുന്ന കൂട്ടാണ്, വല്ലവരുടെയും കൂടാണ്. അപ്പൊ ആ കടം വാങ്ങിയ കൂട്ടിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അറ്റ് ഫസ്റ്റ്, ആദ്യമൊക്കെ ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. അവർ ഇയാൾക്ക് തിന്നാൻ കൊടുത്ത സാധനം എന്താന്ന് നോക്കി. ഇയാളെ കൊണ്ട് മേക്ക് ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, തിന്നുക. മേക്ക് ഈറ്റ്, കഴിപ്പിക്കുക, തീറ്റിക്കുക. അയാളെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കി. എന്താ കഴിപ്പിക്കാൻ നോക്കിയത്? സം മോത്ത് ബോൾസ്. മോത്ത് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമാരയിലൊക്കെ ഇരിക്കുന്ന തുണിയൊക്കെ കീടങ്ങൾ നശിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗുളിക പോലെയുള്ള ഒരു സാധനമാണ് മോത്ത് ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലൈഫിനെയും ഡെത്തിനെയും പറ്റിയൊക്കെ അറിയാവുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഏഞ്ചൽസ് ഒക്കെ കഴിക്കുന്നത് മോത്ത് ബോൾസ് ആണെന്ന്. അതുകൊണ്ടാണ് ഈ സാധനം കഴിക്കാനായിട്ട് ഇയാൾക്ക് കൊടുത്തത്, അല്ലാതെ അയാളെ ഒന്ന് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല.
ബട്ട് എന്നാൽ നോക്കിക്കോണം, ഹി ഏറ്റ് നത്തിങ്, അയാൾ ഒന്നും കഴിച്ചില്ല. ബട്ട് എഗ് പ്ലാന്റ് മഷ്, പിന്നെ എന്ത് മാത്രമേ അയാൾ കഴിച്ചുള്ളൂ? എഗ് പ്ലാന്റ് മഷ് മാത്രമേ കഴിച്ചുള്ളൂ. ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് പ്ലാന്റ് മഷ് അല്ലാതെ അയാൾ വേറൊന്നും കഴിച്ചില്ല. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതനയാണ്. മഷ് എന്ന് പറഞ്ഞാൽ പൾപ്പെന്നാണ്. ഈ കുഴമ്പ് പരുവത്തിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഈ വഴുതനയുടെ ഉള്ളിലുള്ള സംഭവമൊക്കെ എടുത്തിട്ട് അരച്ചതോ അല്ലെങ്കിൽ അത് ഉടച്ചതോ ഒക്കെ ആയിരിക്കണം. ഇത് മാത്രമാണ് അയാൾ കഴിച്ചത്. എന്നിട്ട് നോക്കിയേ, ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. ഇയാൾ ഒരു മാലാഖയാണ്, ഒരു ഏഞ്ചലാണ് അല്ലെ. അയാൾക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കണം, ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ, ഈ മാലാഖയുടെ ഒരേ ഒരു അമാനുഷിക ഗുണം എന്ന് പറയുന്നത്, വെർച്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഗുണമാണ്, ഗുണമെന്ന് പറയുന്നത് സീംഡ് ടു ബി പേഷ്യൻസ്, പേഷ്യൻസ് ആണെന്ന് തോന്നി, പേഷ്യൻസ് ആണെന്ന് കാണപ്പെട്ടു. ഇയാൾക്കുണ്ടായിരുന്ന ഒരു മാലാഖയുടേതായ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ആയിരുന്നു. എന്താണ് ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ഷമയാണ്. അപ്പൊ ഇയാൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ക്ഷമയായിരുന്നു. ഹി വാസ് ക്വയറ്റ് പേഷ്യന്റ്, അയാൾ തീർത്തും പേഷ്യന്റ് ആയിരുന്നു, കംപ്ലീറ്റ്ലി പേഷ്യന്റ് ആയിരുന്നു, ക്ഷമയുള്ളവനായിരുന്നു. വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം, കോഴി അയാളെ കൊത്തിയപ്പോൾ. ഇപ്പൊ കോഴി കൊത്തുന്നതിനെയാണ് പെക്കറ്റ് എന്ന് പറയുന്നത്. കോഴിയോ മറ്റു കിളികളോ ഒക്കെ കൊത്തുന്നതിനെയാണ് പെക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോഴി അയാളെ കൊത്തിയപ്പോൾ അയാൾ എന്താണ്? ക്ഷമയോടെ ഇരുന്നു. ഇനി എന്തിനാ കോഴി കൊത്തിയെന്ന് നോക്കിയേ, സെർച്ചിങ്, കോഴികള് സെർച്ച് ചെയ്യുകയായിരുന്നു ഫോർ ദി പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. നമ്മൾ കാണുന്നത് പോലെ ഏഞ്ചൽ ദിവ്യമായിട്ടുള്ള ചിറകുകളൊന്നും അല്ല. പിന്നെയോ ഇയാളുടെ ചിറകിലുള്ള പാരസൈറ്റ്സ്, കുഞ്ഞു ജീവികൾ, പരാതങ്ങൾ, ഇയാളുടെ ബ്ലഡ് കുടിച്ച് ജീവിക്കുന്ന കുറെ കുഞ്ഞു ജീവികൾ. ഇപ്പോ മൃഗങ്ങളുടെയൊക്കെ മേത്ത് ചെള്ള് പോലെയുള്ള ജീവികളില്ലേ, അതുപോലെ ഇയാളുടെ ചിറകില് ഏതൊക്കെയോ ജീവികൾ ഉണ്ടായിരുന്നു, കീടങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് കോഴികൾ ഇയാളെ കൊത്തിയത്. എന്നിട്ട് കൊത്തി തിന്നുകയായിരുന്നു കോഴികൾ. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ, അയാൾ വീണ്ടും പേഷ്യന്റ് ആയിട്ടിരുന്നു. എപ്പോഴാന്ന് നോക്കിയേ, വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ്, ക്രിപ്പിൾസ് ആയിട്ടുള്ള ആളുകൾ, കയ്യോ കാലോ ഒക്കെ ഇല്ലാത്ത ആളുകൾ, വികലാംഗരായിട്ടുള്ള ആളുകൾ പുൾ ഔട്ട് ചെയ്തപ്പോൾ, പറിച്ചെടുത്തപ്പോൾ, പുൾ ഔട്ട് അല്ലെ, ഫ്രൈസൽ വെർബായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന മറ്റൊരു സാധനമാണ്. പുൾ ഔട്ട് ചെയ്തപ്പോൾ, പറിച്ചെടുത്തപ്പോൾ, ഹിസ് ഫെദേഴ്സ്, അയാളുടെ തൂവലുകൾ പറിച്ചെടുത്തപ്പോൾ. എന്തിനാണ്? ടു ടച്ച് ദെയർ ലിംസ്, അവരുടെ ലിംസിൽ തൊടാൻ വേണ്ടിയിട്ട്, വിത്ത് ഈ സാധനം കൊണ്ട്, ആ പറിച്ചെടുത്ത തൂവൽ കൊണ്ട് അവരുടെ വയ്യാത്ത ഭാഗത്ത്, കാലാണെങ്കിൽ കാല്, കൈയാണെങ്കിൽ കൈ, അവിടെ തൊടാൻ വേണ്ടിയിട്ട് ആണ് ഈ തൂവൽ പറിച്ചെടുത്തത്. തൂവൽ പറിച്ചെടുത്തപ്പോഴും ഇയാൾ ക്ഷമയോടെ തന്നെ ഇരുന്നു. ലിംസ് എന്ന് പറഞ്ഞാൽ കൈകാലുകളെ ചേർത്ത് പറയുന്നതിനെയാണ്, കൈകാലുകളെ ചേർത്താണ് ലിംസ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചോളുക. എന്നിട്ട് നോക്കിയേ, ഹി റിമൈൻഡ് പേഷ്യന്റ്, അയാൾ ക്ഷമയോടെ ഇരുന്നു. ഹി റിമൈൻഡ് പേഷ്യന്റ്, ക്ഷമയോടെ തന്നെ തുടർന്നു. എപ്പോഴാണ്? വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ, ഏറ്റവും കരുണയുള്ള ആളുകൾ പോലും ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം, അയാളെ കല്ല് വലിച്ചെറിഞ്ഞ സമയത്ത്, ഏറ്റവും കരുണയുള്ള, മനസ്സിൽ നന്മയുള്ള ആളുകൾ പോലും അയാളെ കല്ല് വലിച്ചെറിയുകയാണ്. ആ സമയത്ത് പോലും അയാൾ ക്ഷമയോടെ ഇരുന്നു. ആഫ്റ്റർ ഓൾ, എന്തൊക്കെയായാലും they were only trying to get him to rise, അവര് അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്തിനാണ്? so that, അതുകൊണ്ട് they could see him standing, അവർക്കൊന്ന് കാണാമല്ലോ ഇയാൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇയാൾ ഫുൾ ടൈം അവിടെ ഇരിപ്പാണ്. അപ്പൊ ഇയാൾ എഴുന്നേറ്റ് നിൽക്കുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? കല്ലെറിഞ്ഞത്. അപ്പൊ ഏറ്റവും കരുണാമയരായിട്ടുള്ള ആളുകൾ പോലും ഇയാളെ കല്ല് വലിച്ചെറിയുകയായിരുന്നു. എന്നിട്ട് നോക്കിയേ, ഇറ്റ് സോ ഹാപ്പൻഡ്, അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംഭവം നടക്കുന്നത്. ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്, ആ സമയത്ത്, ആ ദിവസങ്ങളിൽ, there arrived, അവിടെ എത്തിച്ചേർന്നു, ഇൻ ദ ടൗൺ, ആ ടൗണിൽ എത്തിച്ചേർന്നു, എ ട്രാവലിംഗ് ഷോ, ഒരു സഞ്ചരിക്കുന്ന ഷോ, സർക്കസ് ഒക്കെ പോലെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ ഷോ നടത്തുന്ന ഒരു സംഘം അവിടെ എത്തിച്ചേരുകയാണ്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ, അവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്, ആകർഷണം, ആളുകളെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിരുന്നു. അവരുടെ പ്രത്യേകത നോക്കി, ഹൂ ഹാഡ് ബീൻ chained into a spider. ആ സ്ത്രീയുടെ പ്രത്യേകത ഇതാണ്, അവരൊരു സ്പൈഡർ ആയിട്ട് മാറിയ സ്ത്രീയാണ്. സ്പൈഡർ ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഒരു ചിലന്തിയായിട്ട് മാറിയ ഒരു സ്ത്രീയാണ്. ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഒരു ഇടിമിന്നലാണ് അവരെ അങ്ങനെ മാറ്റിയത്. ശരിക്കും സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞേക്കാം, നമ്മളിവിടെ പറയുന്നില്ല. അവർ വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ ഒരു ഡാൻസിന് രാത്രിയിലേക്ക് പോയി, ഡാൻസ് കളിക്കാനായിട്ട് രാത്രിയിൽ പോയി, തിരിച്ച് മടങ്ങി വരുന്ന വഴി ഒരു ഇടിമിന്നൽ വന്നിട്ട് ഇവരെ ഒരു ചെലന്തിയാക്കി മാറ്റുകയാണ്. ഇതാണ് ഇവരുടെ കഥ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ദി അഡ്മിഷൻ ഫീ ടു സീ ഹർ, ഇവരെ കാണാനുള്ള അഡ്മിഷൻ ഫീ ഉണ്ടല്ലോ, ടിക്കറ്റ് ചാർജ് ഉണ്ടല്ലോ, അത് വാസ് ലെസ് ദാൻ, അത്
വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദി ഏഞ്ചൽ. നമ്മുടെ ഏഞ്ചലിനെ, നമ്മുടെ ഓൾഡ് മാനെ കാണാനുള്ള ഫീയേക്കാളും കുറവായിരുന്നു. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു? ഫ്ലോക്ക് ചെയ്തു. ഫ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടിച്ചുകൂടി. ടു സീ ഹെർ, ഇവളെ കാണാനായിട്ട് ആളുകൾ തടിച്ചുകൂടി. ദേ വെയർ ഓൾസോ പെർമിറ്റഡ്. അത് മാത്രമല്ല അവർക്ക് പെർമിഷനും ഉണ്ടായിരുന്നു, അനുവാദം ഉണ്ടായിരുന്നു. എന്തിനാണ്? ടു ആസ്ക് ഹെർ ഓൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാത്തരം ചോദ്യം ചോദിക്കുവാനും. എബൌട്ട് ഹെർ അബ്സേർഡ് സ്റ്റേറ്റ്, അവരുടെ ആ അബ്സേർഡ് സ്റ്റേറ്റ്, ലോജിക് ഇല്ലാത്ത, സെൻസ് നൽകാത്ത വിചിത്രമായ ഒരു അവസ്ഥ അല്ലെ. നമുക്ക് ഒട്ടും ലോജിക്കൽ ഇവരുടെ രൂപം എന്ന് പറയുന്നത് ഒരു ചെലന്തിയുടെ ശരീരം, അതിൽ സ്ത്രീയുടെ തല, ഇതാണ് രൂപം എന്ന് പറയുന്നത്. ആ അവസ്ഥയെപ്പറ്റി എന്ത് ചോദ്യവും ആളുകൾക്ക് ഇവരോട് ചോദിക്കാമായിരുന്നു. അതായത് ഇവർ സംസാരിക്കുമായിരുന്നു. നമ്മുടെ ഏഞ്ചൽ സംസാരിക്കില്ല, ഒന്നും പറയില്ല, എഴുന്നേറ്റ് നിൽക്കത്ത് പോലുമില്ല, അവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുമായിരുന്നു. ഇനി നോക്കുക, ദി ഓണേഴ്സ് ഓഫ് ദി ഹൗസ് ഹാഡ് നോ റീസൺ ടു ലമെന്റ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഏഞ്ചലിനെ കാണാൻ ആള് വരുന്നില്ല, പകരം ആളുകൾ എല്ലാവരും എങ്ങോട്ട് പോയി? ആ സ്ത്രീയെ കാണാനായിട്ട് പോയി. പക്ഷേ ദി ഓണേഴ്സ് ഓഫ് ദ ഹൗസ്, ആ വീടിന്റെ ഉടമസ്ഥർ, ഹാഡ് നോ റീസൺ, അവർക്ക് ഒരു കാരണവും ഇല്ലായിരുന്നു ടു ലമെന്റ് ചെയ്യാൻ. ലമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിലപിക്കുക, വിഷമിക്കുക. അവർക്ക് വിഷമിക്കാൻ യാതൊരു കാരണവും ഇല്ലായിരുന്നു. കാരണം എന്താന്ന് നോക്കിയേ, വിത്ത് ദ മണി ദേ സേവ്ഡ്, അവർ സേവ് ചെയ്ത്, അവർ സമ്പാദിച്ച, അവർ സൂക്ഷിച്ചു വെച്ച പണം കൊണ്ട്, അവർക്കിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ്, അവരുടെ മുറികളിലൊക്കെ പണം കുത്തിക്കയറ്റുകയായിരുന്നു അല്ലെ. അപ്പൊ അവർ സൂക്ഷിച്ചു വെച്ച പണം കൊണ്ട് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ, അവരൊരു 2 നില മാൻഷൻ, മാളിക, ബിഗ് ഹൗസ്, വലിയ വീട് വെച്ചു. 2 നിലയാണ്. ആ നില എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് കണ്ടോ? സ്റ്റോറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സ്റ്റോറിയുടെ സ്പെല്ലിംഗ് നോക്കിയേ, STOREY ആണേ, ശ്രദ്ധിക്കുക അത്. അപ്പോൾ 2 നില വലിയ വീട് അവര് പണിതു. വിത്ത് ബാൽക്കണീസ്, അതിന് ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടാ. ബാൽക്കണി എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ മട്ടുപ്പാവുണ്ട്, നമുക്ക് പുറത്തേക്ക് നിന്ന് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാൽക്കണിയും അതുപോലെ അതിന്റെ ഗാർഡൻസ്, പൂന്തോട്ടവും ഒക്കെയുള്ള നല്ല സെറ്റപ്പ് വീടാണ് ഇവര് വെച്ചത്. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ്. അപ്പൊ ഈ വീടിന്റെ ചുറ്റും എന്താണ്? ഹൈ നെറ്റിംഗ്, നല്ല പൊക്കത്തിൽ നെറ്റിങ്ങും ഉണ്ടായിരുന്നു. വല കൊണ്ട് വേലിയൊക്കെ പോലെ ഉണ്ടാക്കിയിരുന്നു. വല കൊണ്ടാണ് അത് ചെയ്തിരുന്നത് കേട്ടോ. ചിലപ്പോൾ കമ്പി വലയായിരിക്കും. എന്തിനാണെന്ന് നോക്കി, സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ. ക്രാബ്സ് ഗെറ്റ് ഇൻ ചെയ്യില്ല, അകത്തേക്ക് കയറില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗെറ്റ് ഇൻ, അകത്തേക്ക് കയറുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞണ്ടുകൾ അകത്തേക്ക് കയറാതിരിക്കാൻ, നമ്മൾ കഥ തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ഞണ്ടുകൾ ധാരാളം അകത്തേക്ക് കയറി. മഴ പെയ്ത സമയത്ത് മാളമൊക്കെ നിറഞ്ഞിട്ട് ഞണ്ടുകൾ അകത്തേക്ക് കയറി വരുന്ന കാര്യം പറഞ്ഞിരുന്നു. ഡ്യൂറിങ് ദ വിന്റർ, മഞ്ഞുകാലത്ത് ഞണ്ട് കയറി വരുന്നത് തടയാൻ വേണ്ടിയിട്ട്. ആൻഡ് മഴ പെയ്തപ്പോൾ ഞണ്ട് കയറി വരുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇനി മഞ്ഞുകാലത്തും ഞണ്ട് കയറി വരും, മഞ്ഞ് വീഴുമ്പോൾ ആ സമയത്തും കയറി വരും. അത് തടയാനായിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു? ഇരുമ്പ് വേലി അല്ലെ നെറ്റ്, കമ്പി വലയുടെ പോലത്തെ വല കൊണ്ടുള്ള വേലിയൊക്കെ കെട്ടി. ആൻഡ് അയൺ ബാസ് ഓൺ ദി വിൻഡോസ്, അതുപോലെ ജനലിലൊക്കെ അയൺ ബാസ് വെച്ചു, ഇരുമ്പഴികൾ വെച്ചു. എന്തിനാണ്? സോ ദാറ്റ് എന്തിനാണ്? നോക്കുക, എന്തിനാണ്? സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ, ഏഞ്ചൽസ് ഗെറ്റ് ഇൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാലാഖമാരൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മാലാഖ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് വന്നു എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടല്ലേ. അപ്പൊ വേറെ ഇനി മാലാഖമാരൊന്നും വന്ന്, ആരോഗ്യമുള്ള മാലാഖമാരൊന്നും വന്ന് അകത്ത് കയറരുത്, അതിനുവേണ്ടി ജനലിലൊക്കെ ഇരുമ്പഴികൾ വെച്ചു. എന്നിട്ട് നോക്കുക, പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ. പെലായോ എന്ത് ചെയ്തു? സെറ്റപ്പ് ചെയ്തു, സ്ഥാപിച്ചു, ഒരു റാബിറ്റ് വാറൻ സ്ഥാപിച്ചു. റാബിറ്റ് വാറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുയലുകൾക്കൊക്കെ താമസിക്കാനുള്ള സംവിധാനമാണ്. ധാരാളം മാളങ്ങളൊക്കെ ചേർന്ന ടണലുകൾ പോലുള്ള സംഭവം, അതിനെയാണ് റാബിറ്റ് വാറൻ എന്ന് പറയുന്നത്. മുയലുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ പെലായോ അതൊക്കെ ഉണ്ടാക്കി. ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ്, എന്നിട്ട് ജോലിയൊക്കെ അങ്ങ് കളഞ്ഞു. ആസ് എ ബെയിലിഫ്, ബെയിലിഫ് ആയിരുന്നല്ലോ നമ്മൾ നേരത്തെ കണ്ടു, പുള്ളി ബെയിലിഫ് ആയിരുന്നു. ആ ബെയിലിഫിന്റെ ജോലിയൊക്കെ പുള്ളി അങ്ങ് ഉപേക്ഷിച്ചു ഫോർ ഗുഡ്. എലിസന്ത ബോട്ട് സം സാറ്റിൻ പംസ്. എലിസന്ത എന്ത് ചെയ്തു? നല്ല ഷൈനി, തിളങ്ങുന്ന ഷൈനി ആയിട്ടുള്ള പംസ് ഒക്കെ വാങ്ങി. പംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഷൂസ് ആണ്, ലേഡീസ് ഇടുന്ന ഷൂസ് ആണ്, ഹീലുള്ള ഷൂസ് ആണ്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വിത്ത് ഹൈ ഹീൽസ്, നല്ല ഉയർന്ന ഹീലുള്ള ഷൂസ് ഒക്കെ ആര് വാങ്ങിച്ചു? എലിസന്ത വാങ്ങിച്ചു. കാരണം ഇപ്പൊ നല്ല പൈസ ടീമാണ് അല്ലെ. ആൻഡ് മെനി ഡ്രസ്സസ്, ഇവർ കുറെ ഡ്രസ്സുകളും വാങ്ങി. ഓഫ് ഇറിഡസെന്റ് സിൽക്ക്, ഇറിഡസെന്റ് ആയിട്ടുള്ള സിൽക്കിന്റെ, ഇറിഡസെന്റ് സിൽക്ക് എന്ന് പറയുന്നത്, സിൽക്ക് നമുക്കറിയാം. ഇറിഡസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് മാറുന്ന, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പലതരത്തിൽ പല നിറത്തിൽ തിളങ്ങത്തില്ലേ, അതിനെയാണ് ഇറിഡസെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇറിഡസെന്റ്, മൂവ് ചെയ്യുമ്പോൾ പലതരത്തിൽ തിളങ്ങുന്നതിനെയാണ് ഇറിഡസെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നോക്കിക്കോണം, അപ്പൊ ഇവര് സെറ്റപ്പായി, ഇവരുടെ വീട് സെറ്റപ്പായി. പക്ഷേ ദ ചിക്കൻ കൂപ്പ് വാസ് ദി ഓൺലി തിങ്, ആ കോഴിക്കൂട് മാത്രമായിരുന്നു ഒരേ ഒരു സാധനം. ദാറ്റ് ഡിഡിൻ റിസീവ് എനി അറ്റൻഷൻ, ഒരു ശ്രദ്ധയും കിട്ടാതിരുന്ന ഒരേ ഒരു സാധനം ആ കോഴിക്കൂടായിരുന്നു.
ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച്, കോഴിക്കാഷ്ടത്തിന്റെ ദുർഗന്ധം, ഫ്രം ദ കൂപ്പ്, ആ കോഴിക്കൂട്ടിൽ നിന്ന് വരുന്ന കോഴിക്കാഷ്ടത്തിന്റെ ദുർഗന്ധം, വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ, ആ പുതിയ വീടിനെ പോലും ഒരു പഴയ വീട് പോലെ തോന്നിപ്പിക്കും. ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ദുർഗന്ധമാണ്, വല്ലാത്ത നാറ്റമാണ്. അതുകൊണ്ട് പുതിയ വീടായിരുന്നെങ്കിൽ കൂടി ഒരു പഴയ അന്തരീക്ഷം അവിടെ അത് ഉണ്ടാക്കുമായിരുന്നു. കോഴിക്കൂടൊന്നും അവർ മൈൻഡ് ചെയ്തതേയില്ല. അറ്റ് ഫസ്റ്റ്, ആദ്യമൊക്കെ, വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, അവരുടെ കുഞ്ഞ് നടക്കാനായിട്ട് പഠിച്ചപ്പോൾ, ദേ വെയർ കെയർഫുൾ, അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. എന്തിനാണ്? ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്, അവൻ ആ കൂടിൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ട് ചെല്ലുന്നില്ല, ഒത്തിരി അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം അവർ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ നോക്കിക്കേ, ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ്, അങ്ങനെ ഇരിക്കെ പതിയെ പതിയെ അവരുടെ ഭയമൊക്കെ അങ്ങ് പോകാൻ തുടങ്ങി, അവരുടെ ഭയം അവർക്ക് നഷ്ടമാകാൻ തുടങ്ങി. ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ, അവര് ആ സ്മെല്ലുമായിട്ട് യൂസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമായി എന്നാണ്. ആ സ്മെല്ല് അവർക്ക് ശീലമായി, ഒരു പരിചയമായി, സ്ഥിരം പരിചയമുള്ള സ്മെല്ലായിട്ട് മാറി, അവർക്കതൊരു പ്രശ്നമല്ലാതെയായി മാറി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, അവരുടെ കുഞ്ഞിന് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പായിട്ട്, ഹീഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ, കളിക്കാനായിട്ട് ഇവൻ എന്ത് ചെയ്തു? കൂട്ടിനുള്ളിലേക്ക് പോയി. ഹീഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹി ഹാഡ് ഗോൺ എന്നാണ് കേട്ടോ. ഹീഡ് എന്ന് പറയുമ്പോൾ ഹി ഹാഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹീഡ് എന്ന് പറഞ്ഞാൽ ഹി ഹാഡ് എന്നുമാകാം, ഹി വുഡ് എന്നുമാകാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വെർബ് നിങ്ങൾ നോക്കുക. ഇവിടെ വന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഗോൺ ആണ്. ഗോണ് വരണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഹാഡ് വന്നേ മതിയാകൂ. വുഡിന് ശേഷമാണെങ്കിൽ ഗോ എന്ന് മാത്രമേ നമ്മൾ പറയൂ. അപ്പോൾ ഇവിടെ വരുന്നത് ഹി ഹാഡ് ഗോൺ എന്നുള്ള അർത്ഥമാണ്. ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ, കളിക്കാനായിട്ട് ഈ കുഞ്ഞ് ചിക്കൻ കൂപ്പിന്റെ കോഴിക്കൂടിന്റെ ഉള്ളിലേക്ക് പോയി. ആസ് ദ വയേഴ്സ് വെയർ ഫോളിങ് അപ്പാർട്ട്, അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ കമ്പി നെറ്റ് കൊണ്ടുള്ള കൂടായിരുന്നു. ആ കൂടിന്റെ വയർ, ആ കമ്പി നെറ്റ്, അത് ഫോളിങ് അപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവുക എന്നുള്ളതാണ്. ബ്രേക്ക് ഇൻ ടു പീസസ് എന്നാണ്. പൊടിഞ്ഞു പോവുക, അല്ലാതെ മാറിക്കൊടുക്കുക എന്നുള്ളതൊന്നും അല്ല. ഇവിടെ പൊടിഞ്ഞു പോകാൻ, അത് മറ്റൊരു ഫ്രേസൽ വെർബാണ്, ശ്രദ്ധിച്ചോണം. ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇരുമ്പ് കൂട് പതിയെ പൊടിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. അതിന്റെ വിടവിലൂടെയാണ് ഈ കുഞ്ഞ് അകത്ത് പോയിരുന്നത്. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത്, അങ്ങനെ രണ്ടുപേർക്കും പിടിപെട്ടു ദ ചിക്കൻ പോക്സ്. എന്താ പിടിപെട്ടത്? ചിക്കൻ പോക്സ് ആണ് പിടിപെട്ടത്. അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം കുഞ്ഞിനും അതുപോലെ ഏഞ്ചലിനും, നമ്മുടെ ഓൾഡ് മാനും എന്താണ്? ചിക്കൻ പോക്സ് പിടിപെട്ടു. അപ്പൊ ശ്രദ്ധിച്ചോണം, അവർ രണ്ടുപേരും കെയിം ഡൗൺ വിത്ത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അത് മറ്റൊരു ഫ്രേസൽ വെർബാണ്. കെയിം ഡൗൺ വിത്ത്, പിടിപെടുക, ഏതെങ്കിലും രോഗം പിടിപെടുന്നതിനെയാണ് കെയിം ഡൗൺ വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ചിക്കൻ പോക്സ് പിടിപെട്ടു. ഇനി നോക്കുക, ഡോക്ടർ വന്നു അല്ലേ. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ്, കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ കുഡിന്റ് റെസിസ്റ്റ്, ഡോക്ടറിന് ചെറുക്കാനായില്ല. ദ ടെംപ്ടേഷൻ, പ്രലോഭനം ചെറുക്കാനായില്ല. ഈ പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. അത് ശരിയല്ല, അതങ്ങനെ ചെയ്യരുത് എന്ന് നമുക്കറിയാം, എന്നാലും നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെയുള്ള ആ തോന്നലിനെയാണ് ടെംപ്ടേഷൻ എന്ന് പറയുന്നത്. ആ ടെംപ്ടേഷൻ ഡോക്ടറിനും ഉണ്ടായി. അയാൾക്കത് തടയാൻ പറ്റിയില്ല, ചെറുക്കാൻ പറ്റിയില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താണ് അയാൾക്ക് തോന്നിയെന്ന് നോക്കിയേ? ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട്. നമ്മുടെ ഡോക്ടർമാർ ചികിത്സിക്കുമ്പോൾ സ്റ്റെത്തൊക്കെ വെച്ച് നോക്കുമല്ലോ. അപ്പോൾ അത് കണക്ക് ഏഞ്ചലിനെയും എന്താണ് പോയെന്ന് നോക്കിയേക്കാം എന്ന് അയാൾക്കങ്ങ് തോന്നുകയാണ്. അയാൾക്ക് ഏഞ്ചലിനെ അങ്ങ് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഏഞ്ചലിനെ കണ്ട് ചികിത്സിക്കണം എന്നുള്ളൊരു ചിന്ത കൂടി അയാൾക്ക് വരികയാണ്. അങ്ങനെ ഒരു ടെംപ്ടേഷൻ അയാൾക്കുണ്ടായി. He found so much whistling in the heart and so many sounds in the kidneys. അങ്ങനെ ഇയാള് പോയി സ്റ്റെത്തൊക്കെ വെച്ച് നോക്കിയ സമയത്ത്, സ്റ്റെത്തിന്റെ കാര്യമൊന്നും എടുത്ത് പറയുന്നില്ല, അങ്ങനെ ഡോക്ടർ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അയാളെന്താണ് ഒത്തിരി വിസിലിംഗ് കേൾക്കുകയാണ്, ഒത്തിരി ചൂളമടിക്കുന്ന പോലത്തെ സൗണ്ട് കേൾക്കുകയാണ്. ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിൽ. ഇപ്പൊ ഏഞ്ചലിന്റെ ഹൃദയത്തിൽ ചൂളമടിക്കുന്നത് പോലത്തെ സൗണ്ട് കേൾക്കുന്നു. ആൻഡ് സോ മെനി സൗണ്ട്സ്, അതുപോലെ ധാരാളം സൗണ്ട് കേൾക്കുന്നു. ഇൻ ദ കിഡ്നീസ്, ഹൃദയത്തിൽ മാത്രമല്ല ഏഞ്ചലിന്റെ കിഡ്നിയിലും സൗണ്ട് കേൾക്കുകയാണ്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ്, അയാളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ കാര്യം, ഹവർ എന്നിരുന്നാലും, വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്, ഏഞ്ചലിന്റെ ചിറകിന്റെ ആ ലോജിക്കാണ് ഈ ഡോക്ടറിന് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത്. കാരണം എന്താണെന്ന് നോക്കിയാൽ ചിറകാണ് ഏറ്റവും അയാളെ അത്ഭുതപ്പെടുത്തിയത്. ദേ സീംഡ് സോ നാച്ചുറൽ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി ആ ചിറകുകൾ. ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം തന്നെയാണ് ആ ഏഞ്ചലിന്. മനുഷ്യന്റെ രൂപമാണല്ലേ, ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു ഓൾഡ് മാൻ തന്നെയാണ്. പക്ഷെ ചിറക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി. മനുഷ്യന്റെ മേത്താണെങ്കിൽ ചിറക് ചേരുവോ? പക്ഷെ ഈ ഓൾഡ് മാന് ചിറക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി. ഡോക്ടറിന് അങ്ങനെയാണ് തോന്നിയത്. ഈ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ്, അയാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വൈ അതർ പീപ്പിൾ ഡിഡിന്റ് ഹാവ് ദം ടു, എന്താ വേറെ ആർക്കും ഈ ചിറകില്ലാത്തത്? ബാക്കിയുള്ളവർക്ക് കൂടി ചിറക് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെ. എന്താണ് ബാക്കിയുള്ളവർക്ക് ഈ ചിറകില്ലാത്തത്? ഇതാണ് ഡോക്ടർ ചിന്തിച്ച കാര്യം.
ഇനി when the child began school, ചെറുക്കൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ the sun and rain had caused the collapse of the chicken coop. വെയിലും മഴയും കൂടെ ചേർന്നിട്ട് ഈ കൊളാപ്സിന് കാരണമായി, ചിക്കൻ കൂപ്പിന്റെ, കോഴിക്കൂടിന്റെ കൊളാപ്സ്, തകർച്ചയ്ക്ക് കാരണമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കൂപ്പ്, ആ കോഴിക്കൂട് തകർന്നു വീണു. വെയിലും മഴയും കാരണം അത് തകർന്നു. The angel went dragging himself about here and there. ഇവിടെയും അവിടെയും ഒക്കെ, അവിടെ ഇവിടെയൊക്കെ ഏഞ്ചൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വലിച്ചു നടക്കാൻ തുടങ്ങി. ഡ്രാഗിങ് ഹിംസെൽഫ് എബൌട്ട് മീൻസ് ഇവൻ ഇവിടെയൊക്കെ നടക്കാൻ തുടങ്ങി, വലിഞ്ഞു നടക്കാൻ തുടങ്ങി. ലൈക്ക് എ സ്ട്രേ ഡൈങ് മാൻ, അലഞ്ഞു തിരിയുന്ന ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ പോലെ. അപ്പോൾ സ്ട്രേ എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത, വഴിതെറ്റിയ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വഴിതെറ്റിയ, അലഞ്ഞു തിരിയുന്ന, വീടൊന്നുമില്ലാത്ത ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ പോലെ ഈ ഏഞ്ചൽ അവിടെയൊക്കെ നടക്കാൻ തുടങ്ങി. കാരണം കൂടില്ല. He seemed to be in so many places at the same time. At the same time, ഒരേ സമയം പല സ്ഥലങ്ങളിലും വരുന്നതായിട്ട് വരുന്ന രീതിയിൽ ഇവനെ കാണപ്പെടാൻ തുടങ്ങി. ഒരേ സമയത്ത് so many places, പല സ്ഥലങ്ങളിലും ഇവനെ കാണുന്നത് പോലെ തോന്നി. നമ്മുടെ ഒറിജിനൽ കഥയിൽ പറയുന്നത് ചിലപ്പോൾ അടുക്കളയിൽ, ചിലപ്പോൾ ബെഡ്റൂമിൽ, ഇവർ നോക്കുമ്പോൾ ഒരേ സമയം പല സ്ഥലങ്ങളിൽ ഇവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെയുണ്ട്, ഇവിടെ നോക്കുമ്പോൾ ഇവിടെയുണ്ട്. നമ്മൾ കുമ്പിടിയുടെ കാര്യം പറയുന്നത് പോലെ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അങ്ങനെ ഒരേ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ഇവനെ കാണാൻ തുടങ്ങി. അങ്ങനെ എലിസന്തയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ താൻ ഒരു നരകത്തിലാണ് എന്നൊരു തോന്നലാണ് ഉണ്ടായത്. ഇനി നോക്കി, ഹി കുഡ് സ്കെയർസ്ലി ഈറ്റ്. അയാൾക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ ഓൾമോസ്റ്റ് അങ്ങനെയൊന്നും കഴിച്ചിരുന്നില്ല. അധികമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്, അങ്ങനെയൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് സ്കെയർസ്ലി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. മാത്രമല്ല അയാളുടെ കണ്ണുകളൊക്കെ ഫോഗിയായി മാറിയിരുന്നു. ഫോഗി മീൻസ് ഒരുമാതിരി പോക പോലെ, വ്യക്തമായിട്ട് അയാൾക്ക് കാണാൻ കഴിയുന്നില്ല, അവ്യക്തമായിരുന്നു കാഴ്ചയൊക്കെ. ദാറ്റ് ഹി വെന്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും? പോസ്റ്റിലൊക്കെ ചെന്നിട്ട് ഇടിക്കുമായിരുന്നു. ബംപ് ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടിക്കുക, മറ്റൊരു ഫ്രൈസൽ വെർബാണ് കേട്ടോ, ഇടിക്കുക. അപ്പോൾ ചെന്ന് ഇടിക്കുമായിരുന്നു, പോസ്റ്റിലൊക്കെ ഇയാൾ ചെന്ന് ഇടിക്കുമായിരുന്നു. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം. പെലായോ ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പൊക്കെ ഇയാളുടെ മേല് ഇട്ടുകൊടുത്തു. ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. എന്നിട്ട് ഇയാളെ ഷെഡിൽ ഉറങ്ങാനായിട്ട് ലെറ്റ് ചെയ്തു, അനുവദിച്ചു. only then did they notice, അപ്പോൾ മാത്രമാണ് ഇവർ ശ്രദ്ധിച്ചത്, that he had a temperature at night. രാത്രിയിൽ ഈയൊക്കെ ഒരു ടെമ്പറേച്ചർ, ഈ ഓൾഡ് മാന്, നമ്മുടെ ഏഞ്ചലിന് ഒരു ടെമ്പറേച്ചർ, വല്ലാത്ത ചൂട്. they became alarmed. അവർക്ക് ഒരു ജാഗ്രത തോന്നി, അവർക്ക് പെട്ടെന്ന് ഒരു തോന്നി, ഒരു വാർണിംഗ് പോലെ തോന്നി. എന്താണെന്ന് നോക്കിയേ. they became, അവർക്കൊരു ജാഗ്രത പോലെ തോന്നി, അവർക്കൊരു വാർണിംഗ് പോലെ തോന്നി. for they thought, കാരണം അവർ ചിന്തിച്ചത്, ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്കോസ് എന്നാണ് കേട്ടോ. കാരണം അവർ ചിന്തിച്ചത് he was going to die. ഇയാൾ മരിക്കാൻ പോവുകയാണെന്നാണ്. ഇയാൾക്ക് വല്ലാത്ത ടെമ്പറേച്ചർ, വല്ലാത്ത ചൂടൊക്കെ ഉണ്ട്, ഇയാൾ മരിക്കാൻ പോവുകയാണെന്ന് ഇവർക്ക് തോന്നി. ആൻഡ് യെറ്റ്, എങ്കിലും he not only survived his worst winter, അയാൾ തൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള മഞ്ഞുകാലത്തെ സർവൈവ് ചെയ്തു എന്ന് മാത്രമല്ല. എന്താണ് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക. അപ്പോൾ അയാൾ ഈ ഏറ്റവും മോശമായി മഞ്ഞുകാലത്തെ അയാൾ അതിജീവിച്ചു എന്ന് മാത്രമല്ല, പിന്നെന്താണ്? ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ്, അയാൾ ഇംപ്രൂവ് ചെയ്തതായിട്ട് കാണപ്പെട്ടു, മെച്ചപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. വിത്ത് ദി ഫസ്റ്റ് സണ്ണി ഡേയ്സ്. അപ്പോൾ സീസൺ മാറി, മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങി, അടുത്ത വെയിൽ വീഴാൻ തുടങ്ങി. ആ സമയത്ത് അയാളുടെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടതായിട്ട് തോന്നി. ഹി റിമൈൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ്. കുറേ ദിവസങ്ങൾ പിന്നെയും ഇയാൾ മോഷൻലെസ് ആയിട്ട്, അനങ്ങാതെ തന്നെ റിമൈൻ ചെയ്തു, തുടർന്നു. അനങ്ങാതെ ഇരുന്നു, മോഷൻലെസ് ആയിട്ട് ഇയാൾ തുടർന്നു. ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദി കോർട്ട്യാർഡ്. ആ മുറ്റത്തിന്റെ അങ്ങേയറ്റത്തുള്ള മൂലയ്ക്ക് ഇയാൾ അനങ്ങാതെ ഇരിക്കുകയാണ്. കാരണം ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇയാളുടെ മാറ്റങ്ങൾ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റ് ദി ബിഗിനിങ് ഓഫ് ഡിസംബർ തുടങ്ങിയപ്പോഴേക്കും സം ലാർജ്, ചില വലിയ, അല്ലെ കുറച്ച് വലിയ, സ്റ്റിഫ്, നല്ല കട്ടിയുള്ള ഫെദേഴ്സ്, തൂവലുകൾ, ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്, അയാളുടെ ചിറകിൽ മുളച്ചു വരാൻ തുടങ്ങി. അപ്പോൾ ഡിസംബർ ആയപ്പോഴേക്കും വലിയ കട്ടിയുള്ള തൂവലുകൾ ഇയാളുടെ ചിറകിൽ മുളച്ചു വരാനായിട്ട് തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദി ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. ഒരു സ്കെയർ ക്രോയുടെ തൂവലുകൾ പോലെ തോന്നുമായിരുന്നു കണ്ടു കഴിഞ്ഞാൽ. സ്കെയർ ക്രോ എന്താണ്? നമ്മൾ ഈ പാടത്തൊക്കെ കിളികളെയൊക്കെ പേടിപ്പിക്കാനായിട്ട് വെക്കില്ലേ, കോലം, അതിനെയാണ് സ്കെയർ ക്രോ എന്ന് പറയുന്നത്. മനുഷ്യരൂപം ഉണ്ടാക്കി ചട്ടിയൊക്കെ തലയിൽ വെച്ച്, ഉടുപ്പൊക്കെ ഇടിപ്പിച്ച്, കച്ചിയൊക്കെ നിറച്ച് വെക്കുമല്ലോ, അതിനെയാണ് സ്കെയർ ക്രോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തൂവല് പോലെ തോന്നുമായിരുന്നു. ഇനി നോക്കുക, വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, എലിസന്ത വാസ് കട്ടിംഗ് സം ബഞ്ചസ് ഓഫ് ഒനിയൻസ്.
എലിസന്ത എന്ത് ചെയ്യായിരുന്നു? മുറിക്കുകയായിരുന്നു, കറിക്കരിയുകയായിരുന്നു. എന്തായിരുന്നു ഇരുന്നത്? സം ബഞ്ചസ് ഓഫ് ഒനിയൻസ്, ഉള്ളിയുടെ തണ്ടുണ്ടല്ലോ, അത് ഒരു ഗ്രൂപ്പ് ബഞ്ചസ്, അതിന്റെ ഒരു പിടി എടുത്ത് ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബഞ്ചസ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, നമ്പർ ഓഫ് സംതിങ്, ഒരേപോലെയുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് ബഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒനിയൻ, ഉള്ളിത്തണ്ടുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ ലഞ്ച്, എന്തിനാണ്? ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. വെൻ എ വിൻഡ് ബ്ലൂ, ആ സമയത്താണ് ഒരു കാറ്റ് അങ്ങോട്ട് വീശിയത്. ഇൻ ടു ദ കിച്ചൺ, അടുക്കളയിലേക്ക് അപ്പോഴേക്കും ഒരു കാറ്റ് വീശുന്നു. ദെൻ അന്നേരം ഷീ വെൻ ടു ദ വിൻഡോ, എന്താണ് ഈ കാറ്റെന്ന് അറിയാനായിട്ട് ഷീ വെൻ ടു ദ വിൻഡോ, ഇവൾ എന്ത് ചെയ്യുന്നു? എലിസബത്ത് എന്ത് ചെയ്യുന്നു? ജനലിന്റെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് ഫൗണ്ട്, അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ദി ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ്, ഏഞ്ചൽ എന്ത് ചെയ്യുകയാണ്? തന്റെ ആദ്യ ശ്രമങ്ങളിൽ അവൻ നിൽക്കുകയാണ്. അറ്റ് ഫ്ലൈറ്റ്, പറക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ നടത്തുകയാണ്. ഇവള് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഏഞ്ചല് ആദ്യമായിട്ട്, ഇവരുടെ കാഴ്ചപ്പാടി ഇവർ നോക്കുമ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്, പറക്കാനായിട്ട് നോക്കുന്നു. ദീസ് വെയർ സോ ക്ലംസി, അയാളുടെ ആ ശ്രമം എന്ന് പറയുന്നത് ക്ലംസി ആയിരുന്നു, മീൻസ് ഒട്ടും സ്കിൽഫുൾ ആയിരുന്നില്ല, ഒരു കോർഡിനേഷൻ കിട്ടുന്നില്ല, അയാൾ വിചാരിക്കുന്ന രീതിയിൽ കൈയും കാലും ഒന്നും പോകുന്നില്ലായിരുന്നു. ദാറ്റ് ഹി വാസ് ഓൺ ദി പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ, അതുകൊണ്ട് എന്താണ്, അയാൾ ആ ഷെഡ്, അവരുടെ ആ ഷെഡ് നോക്ക് ഡൗൺ ചെയ്യുന്ന പോയിന്റ് വരെ എത്തി, മീൻസ് തകർക്കുന്ന പോയിന്റ് വരെ എത്തി. അയാൾ വല്ലാതെ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുകയാണ്, വിചാരിക്കുന്ന രീതിയിൽ പറന്നുയരുന്നില്ല. അതുകൊണ്ട് എലിസബത്തയ്ക്ക് തോന്നുന്നു ആ ഷെഡൊക്കെ പൊളിച്ചടുക്കുമെന്ന്, ആ ഷെഡൊക്കെ പൊളിച്ചിടുമെന്ന് തോന്നുകയാണ്. ആസ് ഹി കുഡിൻ ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദി എയർ, കാരണം അയാൾക്ക് വായുവിൽ ഗ്രിപ്പ് കിട്ടുന്നില്ല, അയാൾക്ക് പിടുത്തം കിട്ടുന്നില്ല അയാൾ ചിറക് വീശിയിട്ട്. ബട്ട് ദെൻ, എന്നാൽ അപ്പോഴേക്കും ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ഓൾട്ടിറ്റ്യൂഡ്, അയാൾ ഉയരങ്ങളിലേക്ക് പോകാൻ, ഒരുവിധം അയാൾ ഉയരങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് എന്നാണ്, ഗെയിൻ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അയാൾ ഉയരത്തിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. എലിസബത്ത് നോക്കി നിൽക്കുകയാണ്, ഇയാൾ ഉയർന്നു പോകുന്നത്. എലിസബത്ത് ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്, എലിസബത്ത് ഒരു ആശ്വാസത്തിന്റെ സൈ എന്ത് ചെയ്തു? ലെറ്റ് ഔട്ട് ചെയ്തു, പുറപ്പെടുവിച്ചു. ആശ്വാസം കൊണ്ട് ഒരു നെടുവീർപ്പിട്ടു. എലിസബത്തയ്ക്ക് ആശ്വാസമായി. ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു, എവിടോട്ട് തിരിഞ്ഞാലും ഇയാൾ അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പതേ ആശ്വാസം. ഫോർ ഹെർസെൽഫ്, അവളെ ഓർത്തുള്ള ആശ്വാസവും, ആൻഡ് ഫോർ ഹിം, ആ ഓൾഡ് മാനെ ഓർത്തുള്ള ആശ്വാസവും, രണ്ടുപേരുടെ കാര്യത്തിലും, സ്വന്തം കാര്യത്തിലും ആ ഏഞ്ചലിന്റെ കാര്യത്തിലും ആശ്വാസമോ, അയാൾ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടെ അല്ലെ, അയാളെ ഓർത്തും ആശ്വാസമായി. എപ്പോഴാണ് നെടുവീർപ്പിട്ടത്? വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്, അവസാന വീടുകൾക്ക് മുകളിലൂടെ ഇയാളിങ്ങനെ പറന്നു പോകുന്നത് കണ്ടപ്പോൾ. അപ്പോൾ കടപ്പുറമാണ്, നമ്മൾ പറഞ്ഞു ബീച്ച് ഏരിയയാണ്, അവിടുത്തെ അവസാന വീടുകൾക്ക് മുകളിലൂടെയും ഇയാളിങ്ങനെ പറന്നു പോകുന്നത്, ദൂരേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ, ഏതോ രീതിയിൽ, എങ്ങനെയോ തരത്തിൽ, ഏതൊക്കെയോ തരത്തിൽ അയാൾ എങ്ങനെയോ വായുവിൽ ഉയർന്നു നിൽക്കുന്നു. വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സീനായിൽ വൾച്ചർ, ഒരു സീനായിൽ വൾച്ചറിന്റെ റിസ്കി ഫ്ലാപ്പിംഗ്, റിസ്ക് നിറഞ്ഞ ചിറകടിയോടുകൂടി ഇയാൾ എങ്ങനെയൊക്കെയോ ഉയർന്നു നിൽക്കുന്നു. ഈ സീനായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രായം ചെന്നിട്ട് ബുദ്ധി ഒന്നും നേരെ ചൊവ്വേ വർക്ക് ചെയ്യാത്ത എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ ബുദ്ധി മന്ദീഭവിച്ചു പോയ ഒരു വൾച്ചർ, ഒരു കഴുകന്റെ രീതിയിൽ എങ്ങനെയോ, നല്ല പ്രായം ചെന്ന് ബുദ്ധിയൊന്നും നേരെ, തലയൊന്നും വർക്ക് ചെയ്യാത്ത ഒരു കഴുകന്റെ രീതിയിൽ ഇയാൾ എങ്ങനെയൊക്കെയോ ചിറക് വീശി പറന്നു പോവുകയായിരുന്നു. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം, എലിസബത്ത് അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദി ഓനിയൻസ്, ആ ഉള്ളി അരിഞ്ഞൊക്കെ കഴിഞ്ഞു, എന്നിട്ടും എന്ത് ചെയ്യുകയാണ്? ഇയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ്, അവൾ നോക്കിക്കൊണ്ടേയിരുന്നു. അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം, അവൾക്ക് ഇനി അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എന്ന അവസ്ഥ എത്തുന്നത് വരെ നോക്കിക്കൊണ്ടേയിരുന്നു. അതായത് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ, കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ എലിസബത്ത് അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ്, ഇനി അങ്ങോട്ട് അയാൾ ഒരു ശല്യമല്ല. ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിൽ, ഇനി അയാൾ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമാണോ? അല്ല, ഒരിക്കലുമല്ല. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട്, പിന്നെയോ ഒരു സാങ്കല്പികമായിട്ടുള്ള ഡോട്ടാണ്, ഒരു കുത്താണ്, സാങ്കല്പികമായിട്ടുള്ള ഒരു പൊട്ടാണ്. ഓൺ ദി ഹൊറൈസൺ, ആ ചക്രവാള സീമയിൽ, ഓഫ് ദി സീ, കടലിന്റെ ചക്രവാള സീമയിൽ ഒരു സാങ്കല്പികമായ പൊട്ട് മാത്രമാണ് ഈ മനുഷ്യൻ. ഇനി ഈ ഏഞ്ചൽ, ഇനി മനുഷ്യനല്ലേ, ഈ ഓൾഡ് മാൻ, ഈ ഏഞ്ചൽ ഇനി ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു പൊട്ട് മാത്രമാണ് അങ്ങ് വിദൂരമായ ചക്രവാള സീമയിൽ അല്ലെ. അയാൾ എന്താണ്, പറന്ന് അങ്ങ് ദൂരെ കാണാമറയത്തേക്ക് പോയി. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു പോയി അല്ലെ, എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം, നമ്മുടെ ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കിയേക്കാം. പെട്ടെന്ന് നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു പോയേക്കാം. ഒന്നാമത്തെ വാക്ക് നോക്കിയത് ട്രിമെൻഡസ്. ട്രിമെൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ്, വലിയ എന്നുള്ള അർത്ഥമാണ്.
impede. Impede എന്ന് പറഞ്ഞാൽ prevent, തടയുക. Impede, prevent, തടയുക. Enormous, extremely large. Compress, a thick cloth pressed onto the body to help a healing process. നമുക്ക് എന്തെങ്കിലും വേദനയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അമർത്താൻ അല്ലെ വെക്കുന്ന തുണിക്കാണ് കംപ്രസ് എന്ന് പറയുന്നത്. റാക്ക് പിക്കർ, എ പേഴ്സൺ ഹു കളക്ട്സ് ആൻഡ് സെൽസ് റാക്സ്, വേസ്റ്റ് പെറുക്കി വിൽക്കുന്ന ആളിനെയാണ് റാക്ക് പിക്കർ എന്ന് പറയുന്നത്. ഡ്രെൻഡ്, എക്സ്ട്രീംലി വെറ്റ്, നന്നായിട്ട് നനഞ്ഞിരിക്കുന്നതിനെയാണ്, നനഞ്ഞു കുതിർന്നതിനെയാണ് ഡ്രെൻഡ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രാൻഡ്, എ ക്വാളിറ്റി ഓഫ് ഗ്രേറ്റ് ബ്യൂട്ടി ആൻഡ് സൈസ് വിച്ച് അട്രാക്ട്സ് അഡ്മിറേഷൻ, മറ്റുള്ളവരുടെ ആരാധന പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ഭംഗി അല്ലെ അതുപോലെ സൈസ്, അതിനെയാണ് ഗ്രാൻഡർ എന്ന് പറയുന്നത്. ഗ്രാൻഡർ മീൻസ് ഒരു ചന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് ബസേർഡ്. ബസേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് നോർത്ത് അമേരിക്കൻ വൾച്ചർ ദാറ്റ് ഫീഡ്സ് ഓൺ ദ ഫ്ലഷ് ഓഫ് ഡെഡ് ആനിമൽസ്, ചത്ത മൃഗങ്ങളെയൊക്കെ തിന്നുന്ന അമേരിക്കൻ കഴുകനാണ്. നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു തരം കഴുകനാണ് ബസേർഡ് എന്ന് പറഞ്ഞേക്കുന്നത്. എൻടാങ്കിൾഡ്, അടുത്ത എൻടാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻ സംതിങ്, എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുക, കുരുങ്ങിപ്പോവുക, പൊതഞ്ഞു പോവുക എന്നൊക്കെയാണ് എൻടാങ്കിൾഡ്. അടുത്തത് ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്, അൺനോൺ ലാംഗ്വേജ്, അറിയാത്ത ഭാഷയാണ്. കാസ്റ്റവേ, എ പേഴ്സൺ ഹു ഹാസ് എസ്കേപ്ഡ് ഫ്രം എ ഷിപ്പ് ദാറ്റ് ഹാസ് സunk ആൻഡ് മാനേജ് ടു ഗെറ്റ് ടു ദി ലാൻഡ്, ഒരു കപ്പൽ മുങ്ങിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന കരയിൽ എത്തിച്ചേരുന്ന ആളിനെയാണ് കാസ്റ്റവേ എന്ന് പറയുന്നത്. റെക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ഓർ ബാഡ്ലി ഡാമേജ് സംതിങ്, എന്തെങ്കിലും നശിപ്പിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ കേടുപാട് വരുത്തുക എന്നുള്ളതാണ് റെക്കിന്റെ അർത്ഥം. കോൾ ഇൻ എന്ന് പറഞ്ഞാൽ ആസ്ക് someone to come to help in a difficult situation, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കുന്നതിനെയാണ് കോൾ ഇൻ ചെയ്യുക എന്ന് പറയുന്നത്. നോക്ക് ഡൗൺ, cause someone or something to fall to the ground by hitting, എന്തിനെങ്കിലും അടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് നോക്ക് ഡൗണിന്റെ അർത്ഥം. ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ലിവിങ്, ജീവിച്ചിരിക്കുന്ന. ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ലിവിങ് ഓർ ആക്ച്വൽ, ജീവനോടെയുള്ള അല്ലെ ശരിക്കുമുള്ള എന്നാണ് അതിന്റെ അർത്ഥം. Bailiff, an official who is responsible for prisoners who are appearing in court. കോടതിയിൽ ഹാജരാകുന്ന തടവുകാരുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ബെയിലിഫ് എന്ന് പറയുന്നത്. പെലായോ ബെയിലിഫ് ആയിരുന്നു, പിന്നീട് ആ ജോലി ഉപേക്ഷിക്കുന്നു. ക്യാപ്റ്റീവ് പ്രിസണർ ആണ്, തടവുകാരനാണ്. കൂപ്പ്, എ കേജ് വെയർ സ്മോൾ ആനിമൽസ് ആർ കെപ്റ്റ്, എസ്പെഷ്യലി ചിക്കൻസ്, ചെറിയ ജീവികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടിനെയാണ് കൂപ്പ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോഴികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൂട്. മാഗ്നാനിമസ്, ജനറസ്, വിശാല മനസ്കതയുള്ള, ഉദാര മനസ്സുള്ള, മാഗ്നാനിമസ്. റാഫ്റ്റ്, എ ഫ്ലാറ്റ് ഫ്ലോട്ടിംഗ് സ്ട്രക്ചർ ഫോർ ട്രാവലിംഗ് അക്രോസ് വാട്ടർ, ഓപ്പൺ മെയ്ഡ് ഓഫ് പീസസ് ഓഫ് വുഡ് ടൈഡ് റഫ്ലി ടുഗദർ ആൻഡ് മൂവ്ഡ് അലോങ് വിത്ത് എ പാഡിൽ. തടികളൊക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുളകളൊക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന ഒരു പരന്ന സ്ട്രക്ചർ, ചെങ്ങാടം, അതാണ് റാഫ്റ്റ്. പ്രൊവിഷൻസ്, സപ്ലൈസ് ഓഫ് ഫുഡ് ആൻഡ് അതർ നെസസറി തിങ്സ്, ഭക്ഷണവും അതുപോലെ മറ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ സപ്ലൈ ആണ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. പ്രൊവിഷൻ അല്ല, പ്രൊവിഷൻസ് എന്ന് മാത്രമാണ് ഇത് പറയുക, ഇതിനല്ലാതെ സിംഗുലർ ഇല്ല. പ്രൊവിഷൻ വേറെയാണ്. ടോസ് എന്ന് പറഞ്ഞാൽ ത്രോ സംതിങ് കെയർലെസ്ലി, എന്തെങ്കിലും അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക എന്നുള്ളതാണ്, ഇടുക എന്നുള്ളതാണ് ടോസിന്റെ അർത്ഥം. സൂപ്പർ നാച്ചുറൽ, കോസ്ഡ് ബൈ ഫോഴ്സസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ സയൻസ്, ശാസ്ത്രത്താൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഫോഴ്സസ് കാരണം ഉണ്ടാകുന്നത്, അതായത് അമാനുഷികമായത്, പ്രേതം, ഭൂതം പോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, അതൊന്നും സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. റാപ്പിഡിറ്റി, സ്പീഡാണ്, വേഗമാണ്. ഡിസ്പേഴ്സ്, സെൻഡ് അവേ, പറഞ്ഞയക്കുക എന്നുള്ളതാണ്, പിരിച്ചുവിടുക. മോബ്, ക്രൗഡാണ്, ഇവിടെ ആൾക്കൂട്ടമാണ്. ദ ക്യൂരിയസ്, ഇൻട്രസ്റ്റഡ് പീപ്പിൾ ആണ്, താല്പര്യമുള്ള ആളുകളെയാണ് ഇവിടെ ദ ക്യൂരിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻവാലിഡ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഡിസേബിൾഡ് ബൈ ഇൽനെസ് ഓർ ഇഞ്ചുറി, ഒരു രോഗം വന്നിട്ടോ അല്ലെങ്കിൽ ഒരു അപകടം വന്നിട്ടോ ഒക്കെ വികലാംഗനാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇൻവാലിഡ് എന്ന് പറയുന്നത്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ടയർഡ്നെസ് ആണ്, ഭയങ്കരമായ ക്ഷീണമാണ്. ക്രാം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഓർ തിങ്സ് ഇൻ ടു എ സ്മോൾ സ്പേസ്, ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒത്തിരി ആളുകളെയോ ഒത്തിരി വസ്തുക്കളെയൊക്കെ കുത്തിക്കയറ്റുക, നിറയ്ക്കുക എന്നുള്ളതാണ് ക്രാം എന്ന് പറഞ്ഞാൽ അർത്ഥം. പിൽഗ്രിം എന്താണ്? എ പേഴ്സൺ ഹു മേക്സ് എ ജേർണി ഓപ്പൺ എ ലോങ് ആൻഡ് ഡിഫിക്കൽട്ട് വൺ ടു എ സ്പെഷ്യൽ പ്ലേസ് ഫോർ റിലീജിയസ് റീസൺസ്, മതപരമായ കാരണങ്ങളാൽ ദൂരയാത്ര നടത്തുന്ന ആളുകൾ അല്ലെ ബുദ്ധിമുട്ടുള്ള യാത്ര നടത്തുന്ന ആളിനെയാണ് നമ്മൾ പിൽഗ്രിം എന്ന് പറയുന്നത്, തീർത്ഥാടകൻ. ഹൊറൈസൺ, ചക്രവാളം, ദ ലൈൻ അറ്റ് ദ ഫാർദസ്റ്റ് പ്ലേസ് ദാറ്റ് യു ക്യാൻ സീ വേർ ദ സ്കൈ സീംസ് ടു ടച്ച് ദ ലാൻഡ് ഓർ സീ, ആകാശം കടലിനെയോ കരയെയോ ഒക്കെ തൊട്ട് കിടക്കുന്ന ആ വര പോലെ നമ്മൾ കാണപ്പെടുന്ന സ്ഥലത്തിനെയാണ് ഹൊറൈസൺ, ചക്രവാളം എന്ന് പറയുന്നത്. ബോറോ, get or receive something from someone with the intention of giving it back after a period of time, കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു നൽകാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക, അതായത് കടം വാങ്ങുക. മോത്ത് ബോൾസ്, എ സ്മോൾ ബോൾ മെയ്ഡ് ഓഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊട്ടക്ട്സ് ക്ലോത്ത്സ് ഫ്രം മോത്ത്,
മോത്തുകളിൽ നിന്ന്, അതുപോലെ ജീവികൾ, പ്രാണികളിൽ നിന്നൊക്കെ എന്താണ് തുണികളെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ചുണ്ടാക്കുന്ന ചെറിയ കുഞ്ഞ് ബോൾ പോലെയുള്ള സംഭവം, അതിനെയാണ് മോത്ത് ബോൾ എന്ന് പറയുന്നത്. ഈ എഗ് പ്ലാന്റ് ബ്രിഞ്ചലാണ്. നമ്മുടെ വഴുതന ചെടിയാണ്. മഷ് സോഫ്റ്റ് വെറ്റ് പൾപ്പി മാസ്, സോഫ്റ്റ് ആയിട്ടുള്ള നനവുള്ള പൾപ്പ് പോലെ ഇരിക്കുന്ന, കുഴമ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ, ആ സംഭവത്തിനെയാണ് മഷ് എന്ന് പറയുന്നത്. വേർച്യു എന്ന് പറഞ്ഞാൽ എ ഗുഡ് മോറൽ ക്വാളിറ്റിയാണ്, നല്ല ഒരു ധാർമ്മികമായ ഗുണമാണ്, നല്ല ഗുണം, അതിനെയാണ് വേർച്യു എന്ന് പറഞ്ഞേക്കുന്നത്. പെക്ക് എന്ന് പറഞ്ഞാൽ ഓഫ് എ ബേർഡ്, ഒരു പക്ഷിയുടെ കാര്യമാണ്. ഈറ്റ് ഓർ ബൈറ്റ് സംതിങ് വിത്ത് ഇറ്റ്സ് ബീക്ക്, ചുണ്ടുകൊണ്ട് എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ കൊത്തുക, അതിനെയാണ് പെക്ക് എന്ന് പറയുന്നത്. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലാന്റ് ഓർ ആനിമൽ ദാറ്റ് ലീവ്സ് ഇൻ ഓർ ഓൺ അനദർ പ്ലാന്റ് ഓർ ആനിമൽ ആൻഡ് ഗെറ്റ്സ് ഫുഡ് ഫ്രം ഇറ്റ്. ഒരു ചെടിയുടെ ഉള്ളിലോ പുറത്തോ, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ഉള്ളിലോ പുറത്തോ താമസിക്കുന്ന, അതിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്ന ചെടിയെയോ മൃഗത്തെയോ ആണ് എന്ത് പറയുന്നത്? പാരസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്രിപ്പിൾ, എ പേഴ്സൺ ഹൂസ് ലെഗ്സ് ഓർ ആംസ് ഡു നോട്ട് വർക്ക് ഇൻ ദ യൂഷ്വൽ വേ. ഒരു കയ്യോ കാലോ ഒന്നും സാധാരണ രീതിയിൽ പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ് ക്രിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം മുടന്തുള്ള ഒരാളിനെ നമുക്ക് ക്രിപ്പിൾ എന്ന് പറയാം. ഫ്ലോക്ക്, മൂവ് ഓർ കം ടുഗെദർ ഇൻ ലാർജ് നമ്പേഴ്സ്, ഒന്നിച്ച് കൂട്ടമായിട്ട് വരുന്നതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. അബ്സേർഡ്, നോട്ട് അറ്റ് ഓൾ ലോജിക്കൽ ഓർ സെൻസിബിൾ, ഒട്ടും ലോജിക് ഇല്ലാത്തത്, ഒട്ടും സെൻസ് ഇല്ലാത്തത്, വിചിത്രമായ രീതിയിലുള്ളത്. ലാമെന്റ്, ഫീൽ ഓർ എക്സ്പ്രസ് സോറോ, ദുഃഖം പ്രകടിപ്പിക്കുക അല്ലെ ഫീൽ ചെയ്യുക, അതാണ് ലാമെന്റ്, വിലപിക്കുക, വിഷമിക്കുക. മാൻഷൻ, എ വെരി ലാർജ് ഹൗസ്, വളരെ വലിയൊരു വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. മാളിക, മണിമാളിക എന്നൊക്കെ നമ്മൾ പറയുന്നത്. സെറ്റപ്പ്, കൺസ്ട്രക്ട് ഓർ എസ്റ്റാബ്ലിഷ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുക അല്ലെ സ്ഥാപിക്കുക, തുടങ്ങുക, അതിനെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ബിസിനസ്. റാബിറ്റ് വാറൻ, എ സിസ്റ്റം ഓഫ് ഹോൾസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ടണൽസ് വെയർ വൈൽഡ് റാബിറ്റ്സ് ലീവ്. ഈ വൈൽഡ് റാബിറ്റുകളൊക്കെ താമസിക്കുന്ന, കാട്ടുമുയലൊക്കെ താമസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് മാളങ്ങളുടെയൊക്കെ ആ ഒരു അണ്ടർഗ്രൗണ്ട് ടണലുകളുടെയൊക്കെ ആ ഒരു സിസ്റ്റത്തിനെയാണ് റാബിറ്റ് വാറൻ എന്ന് പറയുന്നത്. അപ്പോൾ മുയലുകൾക്ക് താമസിക്കാനുള്ള സംവിധാനമാണ്. സാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ക്ലോത്ത് ദാറ്റ് ഈസ് സ്മൂത്ത് ആൻഡ് ഷൈനി, തിളങ്ങുന്ന സ്മൂത്ത് ആയിട്ടുള്ള തുണിക്കാണ് സാറ്റിൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് തുണിയാണ് സാറ്റിൻ. പംസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഷൂസ് വിത്ത് ഹീൽസ് ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ് ആണ്, ഹീലൊക്കെയുള്ള ഷൂസിനെയാണ് പംസ് എന്ന് പറയുന്നത്. ഇരിഡസെന്റ് എന്ന് പറഞ്ഞാൽ ഷോയിങ് മെനി ബ്രൈറ്റ് കളേഴ്സ് ദാറ്റ് ചേഞ്ച് വിത്ത് മൂവ്മെന്റ്, അനങ്ങുമ്പോൾ കളർ മാറുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള സാധനത്തിനെയാണ് ഇരിഡസെന്റ് എന്ന് പറയുന്നത്. ഫോൾ അപ്പാർട്ട്, ബ്രേക്ക് ഇൻ ടു പീസസ്, പൊടിഞ്ഞു പോവുക, തകർന്നു പോവുക എന്നുള്ളതാണ് ഫോൾ അപ്പാർട്ട്. കം ഡൗൺ വിത്ത്, സ്റ്റാർട്ട് ടു സഫർ ഫ്രം ആൻ ഇൽനെസ്, ഒരു രോഗം പിടിപെടുക, രോഗം തുടങ്ങുക, അതിനെയാണ് കം ഡൗൺ വിത്ത് എന്ന് പറയുന്നത്. റെസിസ്റ്റ്, ട്രൈ ടു സ്റ്റോപ്പ്, നിർത്താനായിട്ട് നോക്കുക, ചെറുക്കുക, അതാണ് നിർത്താനായിട്ട് നോക്കുക, ചെറുക്കുക, അതാണ് റെസിസ്റ്റ്. അടുത്തത് ടെംപ്ടേഷൻ, ദ വിഷ് ടു ഡു ഓർ ഹാവ് സംതിങ് ദാറ്റ് യു നോ യു ഷുഡ് നോട്ട് ഡു ഓർ ഹാവ്. നമുക്ക് ചെയ്യരുത് അല്ലെങ്കിൽ നമുക്കത് വേണ്ട എന്ന് നമുക്കറിയാം, എന്നാലും നമുക്ക് വേണമെന്ന് തോന്നുന്ന കാര്യം, ആ ഒരു തോന്നലിനെയാണ് ടെംപ്ടേഷൻ, പ്രലോഭനം എന്ന് പറയുന്നത്. കൊളാപ്സ്, ദ സഡൻ ഫോളിങ്, പെട്ടെന്നുള്ള തകർച്ചയാണ്, പെട്ടെന്നുള്ള വീഴലാണ്, അതാണ് കൊളാപ്സ്. സ്ട്രേ, ഹാവിങ് നോ ഹോം ഓർ ലോസ്റ്റ്, വീടില്ലാത്തത് അല്ലെങ്കിൽ വഴി തെറ്റിയത്, അതിനെയാണ് സ്ട്രേ എന്ന് പറയുന്നത്. സ്കെയേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നോട്ട്, ഏറെക്കുറെ ഇല്ല, ഏതാണ്ട് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല, അധികമൊന്നും ഇല്ല എന്നുള്ള ഒരർത്ഥമാണ് വരുന്നത്. ഫോഗി, ബ്ലേർഡ് ഓർ ഒബ്സ്ക്യൂർ ആസ് ഇഫ് ബൈ ഫോഗ്, ഈ മഞ്ഞ് വന്നൊക്കെ നമുക്ക് അവ്യക്തമായിട്ട് കാഴ്ച മറക്കത്തില്ലേ, ആ ഒരു സംഭവത്തിനെയാണ്, ആ കാഴ്ച മങ്ങിയതിനെയാണ് ഫോഗി എന്ന് പറയുന്നത്. ബംപ് ഇൻടു, ഹിറ്റ് സമ്മൺ ഓർ സംതിങ് വിത്ത് യുവർ ബോഡി യൂഷ്വലി ബൈ ആക്സിഡന്റ്, അറിയാതെ നമ്മൾ ആരെങ്കിലും ചെന്ന് ഇടിക്കുന്നതിനെയാണ് ബംപ് ഇൻടു എന്ന് പറയുന്നത്. ഇടിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ആക്സിഡന്റ് പറ്റുന്ന, അറിയാതെ ചെന്ന് ഇടിക്കുന്നതാണ്. സർവൈവ്, കണ്ടിന്യൂ ടു ലീവ് ഓർ എക്സിസ്റ്റ് ഓർ ആഫ്റ്റർ എ survive, continue to live or exist in or after a difficult or dangerous situation. ഒരു പ്രയാസം നിറഞ്ഞാൽ അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുമല്ലേ അതിനുശേഷവും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയും ജീവനോട് കൂടി തുടരുക, ജീവിക്കുക, നിലനിൽക്കുക, അതിനെയാണ് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത്, അതിജീവിക്കുക എന്ന് പറയുന്നത്. സ്കെയർ ക്രോ, എ മോഡൽ ഓഫ് എ പേഴ്സൺ ഡ്രസ്ഡ് ഇൻ ഓൾഡ് ക്ലോത്ത്സ് ആൻഡ് പുട്ട് ഇൻ എ ഫീൽഡ് ഓഫ് ഗ്രോയിങ് ക്രോപ്സ് ടു ഫ്രൈറ്റൻ ബേർഡ്സ് അവേ. പക്ഷികളെയൊക്കെ പേടിപ്പിക്കാനായിട്ട് പഴയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഒരാളിൻ്റെ രൂപം ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ സ്കെയർ ക്രോ എന്ന് പറയുന്നത്. അതായത് കോലം. സ്കെയർ ക്രോ, കോലം. ബഞ്ചസ്, എ നമ്പർ ഓഫ് തിങ്സ് ഓഫ് ദ സെയിം ടൈപ്പ്, ഒരേ സാധനം തന്നെ കുറേ എണ്ണം ഒരു ഗ്രൂപ്പ് വരുന്നതിനെയാണ് ബഞ്ചസ് എന്ന് പറയുന്നത്. ക്ലംസി, ലാക്കിംഗ് സ്കിൽ ഓർ ഫിസിക്കൽ കോർഡിനേഷൻ, ഇപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്ത
അല്ലെങ്കിൽ ഫിസിക്കൽ കോർഡിനേഷൻ കിട്ടുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത, അതിനെയാണ് ക്ലംസി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ കൈ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് വരുന്നില്ല, അതിനെയാണ് ക്ലംസി എന്ന് പറയുന്നത്. അടുത്ത നോക്ക് ഡൗൺ, നേരത്തെ നമ്മൾ അടിച്ചിടുക എന്നുള്ള അർത്ഥത്തിൽ നോക്ക് ഡൗൺ കണ്ടിരുന്നു. മറ്റൊരർത്ഥം കൂടിയുണ്ട്, കൂടിൻ്റെ കേസിൽ പറയുന്നതാണ് ഡിമോളിഷ്, നശിപ്പിക്കുക, തകർക്കുക, അങ്ങനെ അർത്ഥം കൂടി നോക്ക് ഡൗണിന് വരുന്നുണ്ട്. ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് ആണ്, ഉയരമാണ്. സീനായിൽ, സീനായിൽ മീൻസ് ഷോയിങ് പുവർ മെന്റൽ എബിലിറ്റി ബിക്കോസ് ഓഫ് ഓൾഡ് ഏജ്, പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു മന്ദത അനുഭവിക്കുന്ന, മീൻസ് പ്രായം കൂടിയത് കാരണം ബുദ്ധി അങ്ങോട്ട് നേരെ വർക്ക് ചെയ്യാത്ത, അതിനെയാണ് സീനൈൽ എന്ന് പറയുന്നത്. അടുത്തത് അനോയൻസ് ആണ്, സംതിങ് ദാറ്റ് അനോയ്സ് സംബഡി, ആരെങ്കിലും ശല്യപ്പെടുത്തുന്ന, ആർക്കെങ്കിലും ശല്യമാകുന്ന, ശല്യം, അതിനെയാണ് അനോയൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഫ്രേസൽ വെർബ് പോലെയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. കോളിൻ, കോളിൻ നമ്മൾ കണ്ടു, ശ്രദ്ധിച്ചോണം, നമ്മൾ പഠിച്ചു. കോളിൻ പറഞ്ഞു, ആരെങ്കിലും വിളിച്ചു വരുത്തുക സഹായത്തിനായിട്ട്. ടേക്ക് അവേ, എടുത്തു മാറ്റുക. റിമൂവ് ചെയ്യുക, ടേക്ക് അവേ, എടുത്തു മാറ്റുക. പെക്കറ്റ്, പക്ഷികളുടെയൊക്കെ കേസാണ്. കൊത്തി തിന്നുക, കൊത്തുക എന്നൊക്കെ ഉള്ളതാണ് പെക്കറ്റ്. പുൾ ഔട്ട്, പറിച്ചെടുക്കുക. സെറ്റപ്പ്, എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങുക, സെറ്റപ്പ് ചെയ്യുക. ഫോൾ അപ്പാർട്ട്, ഫോൾ അപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവുക എന്നുള്ളതാണ്. എന്തെങ്കിലും ദ്രവിച്ചു പോവുക, പൊടിഞ്ഞു പോവുക, അതാണ് ഫോൾ അപ്പാർട്ട്. കം ഡൗൺ വിത്ത്, എന്താണ്, എന്തെങ്കിലും രോഗം പിടിപെടുക എന്നുള്ളതാണ് കം ഡൗൺ വിത്തിന്റെ അർത്ഥം, ഓർത്തോണം, രോഗം പിടിപെടുക. ബംബിൻഡു, എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുക എന്നുള്ളതാണ് ബംബിൻഡു. ഇനി മറ്റ് 3 കാര്യങ്ങൾ, ഒരു 3 പ്രയോഗങ്ങൾ കൂടി ഇവിടെ വരുന്നുണ്ട്. നമ്മൾ കണ്ടത് ദി എൻടാങ്കിൾഡ് ഇൻ, എൻടാങ്കിൾഡ് ഇൻ, എൻടാങ്കിൾഡ് കൂടെ ഇൻ ആണ് സാധാരണ വരുന്നത്, അതുകൂടി ഓർത്തോണം. ഗെറ്റ് കോട്ട് ഇൻ സംതിങ്, എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുക, കുരുങ്ങി പോവുക, പൊതഞ്ഞു പോവുക എന്നൊക്കെ ഉള്ളതാണ്. എഡിറ്റിങ്ങിലോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ ഒക്കെ ചോദിച്ചാലും നമ്മൾ ശ്രദ്ധിച്ചോണം. ഹോൾഡ് ക്യാപ്റ്റീവ്, ബന്ധിയായി പിടികൂടുക. ടു മേക്ക് സമ്മൺ, ഹോൾഡ് ക്യാപ്റ്റീവ്, മേക്ക് സമ്മൺ എ പ്രിസണർ, ആരെങ്കിലും ഒരു ബന്ധിയായി പിടികൂടുക. ഹോൾഡ് ക്യാപ്റ്റീവ്, ശ്രദ്ധിക്കുക. ഗെറ്റ് യൂസ്ഡ് ടു ഓർ ബി യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കസ്റ്റം എന്നാണ്, ശീലമാകുക എന്നുള്ള അർത്ഥമാണ്. ഗെറ്റ് വെച്ച് പറയാം, അല്ലെങ്കിൽ ബീഡ് എന്ന് പറയുമ്പോൾ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ ഒക്കെ വെച്ച്, ഇപ്പോൾ ഹി ഈസ് യൂസ്ഡ് ടു, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ ശീലമാകുക, പരിചയമാകുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ വിവരം ഒന്ന് കമന്റിൽ കൂടി ഇടുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനി നമുക്ക് നോട്ട്സ് ആണുള്ളത്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഗുഡ് ബൈ.